യാത്ര ചെയ്യുന്ന സമയത്ത് കൗസല്യ ദേവിയുടെ ഗൃഹത്തിൽ വെച്ച് നടക്കുന്ന ലക്ഷ്മണോപദേശവും, രണ്ടാമത്തത് വനവാസം ചെയ്യുന്ന ഇടയ്ക്ക് പഞ്ചവടിയിൽ വെച്ച് ശ്രീരാമസ്വാമി ലക്ഷ്മണന് കൊടുക്കുന്ന ലക്ഷ്മണോപദേശം. ഇത് നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാൻ സാധ്യമല്ല. ഇത് അധ്യാത്മ രാമായണത്തിലാണ് ഈ ലക്ഷ്മണോപദേശമുള്ളത്. ഇവിടെ ഒരു പിതൃസ്ഥാനത്ത്, ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം വാസ്തവത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രതിസന്ധികളെ കാണേണ്ടത്, നമുക്ക് അതിനുള്ള ഒരു വിഷൻ, ഉൾക്കാഴ്ച രാമൻ തരികയാണ്. ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് അദ്വൈത സംസ്കാരം എന്നുള്ളത്. ഒരാത്മീയ തലത്തിൽ ജീവിതത്തെ കാണുക എന്നുള്ളത്. അതായത് പലപ്പോഴും നമ്മൾ ഒരു നഷ്ടങ്ങൾ വരുമ്പോൾ, കോട്ടങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് നഷ്ടങ്ങളുടെ ഭാഗത്തു നിന്നാണ് ജീവിതത്തെ കാണുക. എന്നാൽ ഏത് നഷ്ടങ്ങൾക്ക് പിന്നിലും ഒരു നേട്ടം നമുക്കുണ്ട്. ഒന്നും നഷ്ടപ്പെടാത്തതായ ഒരു സത്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ബോധം എല്ലാവരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും ആത്മഹത്യകളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ജീവിതം പരാജയമാകുന്നത് നഷ്ടങ്ങളെ അയവിറക്കി ആവർത്തിച്ച് ചിന്തിച്ച് സ്മരിച്ച് അത് തന്നെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കാണ്. ഇപ്പം നമ്മൾ മഴ കാണും, മഴക്കാലമാണ്, മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർമേഘമാണ് മഴയായി വീഴുന്നത്. എന്നാൽ ഇതൊക്കെ നിലനിർത്തുന്ന ഒരു ആകാശം, അവിടെ മഴയുണ്ടാവാം, വെയിലാകാം, തണുപ്പാകാം, പലതും മാറി മാറി വരാം കാലാവസ്ഥ. പക്ഷെ ആകാശം അന്നും ഇന്നും എന്നും എപ്പോഴും അതിൻ്റെ ആ ഒരു മഹിമയിൽ എല്ലാറ്റിനും ഇടം കൊടുത്തും എല്ലാറ്റിനെയും നിരീക്ഷിച്ചും എല്ലാം കണ്ടും അതവിടെ ഇരിക്കുന്നു. ഈ ഹാളിൽ പല പ്രോഗ്രാം നടന്നിട്ടുണ്ടാകും. രാമായണ സപ്താഹം നടക്കുന്നു, എല്ലാം വരുന്നു പോകുന്നു, ഹാൾ അതുപോലെ നിലനിൽക്കുന്നു. ഇതുപോലെ നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പല ചിന്തകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയിട്ടുണ്ട്. സ്വയം നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഭക്ഷണ സാധനങ്ങൾ വന്നുപോയി. മധുരമുള്ളത്, എരിവുള്ളത്, പുളിയുള്ളത്, ഉപ്പുള്ളത്, ചവർപ്പുള്ളതൊക്കെ നമ്മുടെ കൈകളിലൂടെ നമ്മൾ കഴിച്ച് കടന്നുപോയി. പക്ഷെ കൈ ഇപ്പോഴും ശുദ്ധമായി നമ്മൾ വെച്ചിരിക്കും. ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചിന്തകളും വിഷമങ്ങളും പ്രശ്നങ്ങളും അനുഭവങ്ങളും വന്നുപോയി. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കടന്നു വന്നു പോയ ഒരു ബോധത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരാകാശം പോലെ എല്ലാറ്റിനും ഇടം കൊടുക്കുന്നൊരിടമുണ്ട്. ആ ബോധമാകുന്ന മനസ്സ്, ബോധമാകുന്ന ഇടത്തിലൂടെയാണ് ഈ ചിന്തകളെല്ലാം വന്ന് കടന്നുപോയത്. ആ ബോധം എന്ന സത്ത ഇന്നും എന്നും നമ്മളോടൊപ്പമുണ്ട്. ആ ഒരു സത്യത്തെ കാണാൻ നമുക്ക് സാധിച്ചാൽ അപ്പോൾ ഒരു കാര്യം വ്യക്തമാവും. അനുഭവങ്ങൾ മാത്രമല്ല സത്യം. അനുഭവങ്ങളാവണമെങ്കിൽ ആ അനുഭവങ്ങളെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന ഒരു ബോധം ഉള്ളിലുണ്ടാവണം. മരിച്ചുപോയ ആളുകൾക്ക് എന്ത് അനുഭവങ്ങളാണുള്ളത്? മരിച്ചുപോയ ആളുകൾക്ക് ഇനി വല്ലതും അനുഭവം പറയാനുണ്ടോ? അവർക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ അനുഭവിക്കുന്ന ഒരുത്തൻ വേണം. ആ അനുഭവിക്കുന്ന ആളിലേക്കല്ല നമ്മൾ നോക്കുക, നമ്മൾ അനുഭവങ്ങളെയാണ് അയവർക്ക്. നിങ്ങൾ നോക്കൂ, മനുഷ്യന് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം ഇതാണ്. എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മൾ ആ സംസാരത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് തമിഴ് സംസാരമല്ല, തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം. ഇവിടെ മലയാളത്തിലെ സംസാരമാണ്. അപ്പം സംസാരം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാളെ അയാളുടെ പ്രശ്നങ്ങൾ പറയുന്നു, ബുദ്ധിമുട്ടുകൾ പറയുന്നു. അപ്പൊ നമ്മൾ കണ്ടു, നീറ്റ് പരീക്ഷ ലീക്കായതിൻ്റെ പേരിൽ കുട്ടികൾ കുറെ പ്രശ്നങ്ങൾ പറയുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി, അതുകൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ട് വന്നു, കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ അവരുടെ ന്യായങ്ങളാണ്. ഈ ആത്മഹത്യ ചെയ്ത കുട്ടികൾ
ആത്മഹത്യ ചെയ്യാൻ കാരണം നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതുകൊണ്ടല്ല. അവർക്ക് രണ്ടാമത് എഴുതാനുള്ള ഒരു ധൈര്യക്കുറവുള്ളത് കൊണ്ട് അവര് പരീക്ഷ ഫേസ് ചെയ്തില്ല. അപ്പൊ 10ാം ക്ലാസ് തോറ്റ കുട്ടികൾ മുഴുവൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവര് 10ാം ക്ലാസ് വീണ്ടും എഴുതാൻ അവര് തയ്യാറില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ തോറ്റവര് വീണ്ടും എഴുതാൻ തയ്യാറായാൽ അല്ലേ മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് അവർക്ക് ലാസ്റ്റ് ചാൻസ്, ഇനി എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ മരിച്ച കുട്ടികളൊന്നും ലാസ്റ്റ് ചാൻസ് ഉള്ളവരൊന്നുമല്ല, ഇനിയും എഴുതാൻ സമയമുള്ളവരാണ്. പക്ഷെ അവർക്ക് ഈ ഒരു പരീക്ഷ അവർക്ക് പാസ്സാവും, ഇനി അവർക്ക് പാസ്സാവാൻ പറ്റും. അതായത് ഇനി അവർ പഠിക്കാൻ തയ്യാറില്ല എന്നർത്ഥം. എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ, ഈ പാർട്ടി ആത്മഹത്യ ചെയ്ത ടീം ഇവരെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ഇവർ നോക്കുന്ന രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഇവർക്ക് ഒരു പരീക്ഷ നേരിടാൻ പറ്റില്ല എന്നുള്ളതിൽ അവർ ആത്മഹത്യ ചെയ്യാൻ പോണത് അല്ലേ. അപ്പൊ ഇവര് പല പരീക്ഷകളാണ് ജീവിതവും ഉള്ളത്. രോഗികൾ കടന്നു പോകുന്ന പരീക്ഷയിൽ ധൈര്യം കൊടുക്കേണ്ട ആളുകളാണ് ഇവര്. രോഗികൾ കടന്നു പോകേണ്ട രോഗങ്ങളുടെ പരീക്ഷയിൽ രോഗികൾക്ക് ധൈര്യം പകരേണ്ടവരാണ് ആര്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു രോഗിയോട് ഈ ഡോക്ടർ എന്താ പറയാ? ഞാനോ നീറ്റ് പരീക്ഷയിൽ തോൽക്കുമെന്ന് വിചാരിച്ചത് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഒരു ധൈര്യം കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇവര് ധൈര്യം കൊടുക്കേണ്ട ടീമാണ്. ഇവർക്കേ ധൈര്യം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരാണ് നീറ്റ് പരീക്ഷ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ അത്? അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പറഞ്ഞു വരുന്നത് അപ്പൊ ഒരു ധൈര്യം വേണം എല്ലാ കാര്യത്തിലും അല്ലേ. ഏത് കാര്യത്തിനും മനുഷ്യനൊരു ധൈര്യം വേണം. പക്ഷെ ഇവരൊക്കെ നമുക്ക് കാണാം ചർച്ച ചെയ്യുന്നത് എപ്പോഴും പ്രശ്നങ്ങളാണ്. എന്താ ചർച്ച ചെയ്യുന്നത്? പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നമ്മളിൽ ഒരു ബോധം ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. ഉണ്ടോ? എന്റെ പ്രശ്നം എന്നല്ലേ നമ്മൾ പറയാ. ഈ ഞാൻ എന്നൊരു വ്യക്തിത്വമുണ്ട്. ആ ഞാനെന്ന വ്യക്തിത്വം നിരവധി പ്രശ്നങ്ങൾ കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ശാശ്വതമായി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ഉറപ്പല്ലേ? മനസ്സിലായില്ല? ഒരു പ്രശ്നവും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് പല കാഴ്ചകൾ കാണണം. കാഴ്ചകളൊന്നും അവിടെ ഒട്ടി നിൽക്കുന്നില്ല. അവിടെ ഒട്ടി നിന്നിരുന്നെങ്കിൽ നമുക്ക് അടുത്ത കാഴ്ച കാണാൻ പറ്റില്ല. അപ്പൊ ഒരു കാഴ്ച നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോഴേക്കും നമ്മൾ വേറൊരിടത്തേക്ക് ശ്രദ്ധിക്കുമ്പോഴേക്കും ആദ്യത്തെ കാഴ്ച കണ്ണിൽ നിന്നും മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത കാഴ്ച കാണാൻ പറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കോ, ആദ്യത്തെ കാഴ്ച തന്നെ കണ്ണിൽ ഒട്ടിപ്പോയി. കണ്ണെടുക്കാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ആദ്യത്തെ കാഴ്ച തന്നെ കണ്ണിൽ ഒട്ടിപ്പോയി. അടുത്തതിലേക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല, കണ്ണ് അവിടെ നിന്നുപോയി. അല്ലെങ്കിൽ അടുത്തതിൽ കാണുമ്പോൾ ആദ്യത്തെ കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? കണ്ണിന് ഒന്നും കാണാൻ പറ്റില്ല. പറ്റുമോ? പക്ഷെ നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? എല്ലാം കാണാം, കണ്ടതെല്ലാം കണ്ണിൽ നിന്നും മാറുന്നു. അടുത്ത കാഴ്ചയിലേക്ക് കണ്ണ് ആ കാഴ്ച ഉൾക്കൊള്ളുന്നു. ആണോ അല്ലയോ? അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഗീതയിലെ 2-ാം അധ്യായത്തിലെ 14-ാം ശ്ലോകം, ഇത് നമ്മുടെ തലമുറകളൊക്കെ പഠിച്ചു വെക്കേണ്ട ഒരു ശ്ലോകം. ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയും, മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദ ആഗമ അപായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. ഇതാണ് ശ്ലോകം. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. എന്താണ് ശ്ലോകത്തിൽ പറയുന്നത്? ഹേ അർജുനനോടാണ് പറയുന്നത്. ഏത് അനുഭവങ്ങളും മാത്ര എന്ന് പറഞ്ഞാൽ തമിഴില് മാത്രമല്ല, സംസ്കൃതത്തിൽ മാത്ര. തമിഴില് മാത്ര എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റിനെയാണ് പറയാ. ഇവിടെ മാത്ര എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ ഒരു ചെറിയ അളവിൽ സ്പർശിക്കുന്നു. ഓരോ അനുഭവങ്ങളും നമ്മളെ സ്പർശിക്കുന്നു. മാത്ര സ്പർശം. ഹേ കൗന്ദേയ മാത്ര സ്പർശം. ഏതൊക്കെയാണ്? ശീത ഉഷ്ണ സുഖ ദുഃഖത. ഏതൊക്കെയാണ്? ശീത ഉഷ്ണ സുഖ ദുഃഖങ്ങളൊക്കെ നമ്മളെ സ്പർശിച്ച് ആഗമ അപായിനോ അനിത്യ. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ആഗമം വരുന്നു, പോകുന്നു. ഇപ്പൊ നോക്കൂ, നമ്മൾ കുറച്ചു നേരം വലിയ മഴയാണ് കണ്ടത്.
നല്ല മഴയെ നോക്കൂ നിങ്ങൾ, നല്ല വെയിലും. ഒരു നിമിഷം കൊണ്ട് വലിയൊരു മഴ വന്നു, മഴ പോയി, പിന്നീട് ഉടനെ തന്നെ നേരെ വിപരീതം, ഇങ്ങനെ മഴയെ പെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നല്ല വെയിൽ വരുന്നു. അപ്പൊ കാലാവസ്ഥ മാറുന്ന പോലെയാണ് മനസ്സിനകത്തുള്ള അനുഭവങ്ങളുടെ കാലാവസ്ഥ മാറുന്നത്. അങ്ങനെ മാറുമ്പോൾ പലർക്കും ആ മാറ്റത്തെ കാണാനുള്ള ഒരു കരുത്തില്ല. പലരും എന്ത് ചെയ്യണു? നല്ല അനുഭവങ്ങളാകുമ്പം അതിലൊട്ടി നിൽക്കുക, ചീത്ത അനുഭവങ്ങളാണെങ്കിൽ അതിൽ മുങ്ങിപ്പോവുക. ഇത് നല്ല മനസ്സിന്റെ യോഗ്യതയല്ല. അപ്പൊ നല്ല അനുഭവങ്ങൾ വരുമ്പോൾ അതിൽ മതിമറന്നു പോവുക, ദുഃഖ അനുഭവങ്ങൾ വരുമ്പോൾ അതിൽ പ്രതികരിച്ചും പ്രതിഷേധിച്ചും വിഷമിച്ചും വേദനിച്ചും മുങ്ങിത്താഴുക. മനസ്സിലായില്ലേ? അതായത് വെള്ളത്തിൽ തന്നെ നല്ല ഒഴുക്കുള്ള അല്ലെങ്കിൽ നല്ല ഒരു പ്രശ്നങ്ങളില്ലാത്തടത്ത് നീന്തി തുടിക്കുക, ചുഴിയുള്ളിടത്ത് കടന്ന് കറങ്ങുക. ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും മാനസികാവസ്ഥ. അപ്പൊ ഇതിനെ നമ്മൾ മാറ്റിയെടുക്കണം. എന്താണ് മാറ്റിയെടുക്കേണ്ടത്? നല്ല അനുഭവങ്ങളും വന്നു പോകുമ്പോൾ മനസ്സിന്റെ ശ്രദ്ധയെ നമ്മൾ അത്തരം അനുഭവങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന നമ്മൾ വെള്ളത്തിൽ നിന്ന് പുറത്ത് കടക്കുകയും വേണം. അപ്പൊ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. ഇതൊരു പരിശീലനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ്, ഒരു മൈൻഡ് മാനേജ്മെന്റ് ടെക്നിക്കാണ്. മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യുക. നമ്മൾ അച്ഛനമ്മമാരത് പറഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തുമായിരുന്നു? എന്താണത്? നമ്മളൊരു വിഗ്രഹത്തെ നോക്കിക്കൊണ്ട് മന്ത്രങ്ങൾ ആവർത്തിക്കുമ്പോൾ, ഒരു മന്ത്രം ആവർത്തിക്കുമ്പോൾ അതിന് മന്ത്രോപദേശങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ വിഗ്രഹത്തിലേക്കും മന്ത്രത്തിലേക്കും തിരിയാൻ, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. അങ്ങനെ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് നിരന്തരം നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ, എന്നും അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിലായ രൂപം കാണാം. പഴതിരിപ്പാട് നാരായണീയത്തിൽ അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീ ലോപനീയം എന്ന് പറയുമ്പോൾ അദ്ദേഹം കാണുന്നത്, അവസാനം കാണുന്നത് നിത്യം ചിത്തസ്ഥിതമ്മേ പവനപുരപതി എന്ന് പറഞ്ഞിട്ടാണ്. ആ രൂപം മുഴുവൻ കാണുന്നത് എവിടെയാണ്? പുറത്തല്ല കാണുന്നത്, അല്ലേ? അപ്പോ അങ്ങനെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നാമം ജപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിലൊരു ചാനൽ ഉണ്ടാവും. മനസ്സിലൊരു ചാനൽ. അതായത് ഇപ്പൊ നമ്മൾക്ക് മഴ പെയ്താൽ വീട്ടിൽ അത്യാവശ്യം തൊടിയും പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെയൊക്കെ വരമ്പ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം നല്ലോണം മഴ പെയ്താൽ കെട്ടിക്കിടക്കും. അപ്പൊ നിങ്ങൾ അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ വെള്ളം അവിടെ കെട്ടിക്കിടന്നാൽ ആ പച്ചക്കറി എല്ലാം കേടുവരും, ചീഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ എന്ത് വെച്ചാൽ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെ ഒരു ചാല് കീറി എന്ത് ചെയ്യും? പുറത്തേക്ക് ഒഴുക്കും. ആ പുറത്തേക്ക് ഒഴുക്കുന്നത് എന്തിനാ വെച്ചാൽ അതവിടെ കെട്ടിക്കിടന്നാൽ നിങ്ങളുടെ പച്ചക്കറി ചീഞ്ഞു പോകും, ഒക്കെ നാശമാവും. അപ്പൊ ആ വെള്ളം എങ്ങനെങ്കിലും പുറത്തേക്ക് പോകണം. ഇപ്പൊ നോക്കൂ, ഇവിടെയൊക്കെ വയലുകളാണ് ധാരാളം. ഇവിടെയൊക്കെ ഓരോ വയലിനും ചുറ്റും അതിരുകളുണ്ട്. എന്നാൽ ഈ അതിരുകൾ ഉണ്ടെങ്കിലും അവിടെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് പുറത്തേക്ക് പോകാനുള്ള വഴികൾ ഇട്ടുണ്ടാവും. വെള്ളത്തിന് പുറത്തു പോകണം. ആണോ? പറയൂ. ഇതുപോലെയാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി നാമം ജപിക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. സുഖം വന്നാൽ അതിൽ മുങ്ങും, ദുഃഖം വന്നാൽ അതിൽ മുങ്ങും. ഇത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ മുങ്ങുന്ന മനസ്സിനെ ഞാൻ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ഒരു ചാനൽ ഉണ്ടാക്കണം. ഒരു പുറത്തേക്ക് വെള്ളം കളയാൻ വേണ്ടി ഒരു ചാലുണ്ടാക്കുന്ന പോലെ ഇതൊരു ചാനൽ ഉണ്ടാക്കണം. അങ്ങനെ എൻ്റെ ശ്രദ്ധ ഞാൻ നാമത്തിലേക്ക് തിരിക്കുമ്പോൾ എന്നെ അലട്ടുന്ന ചിന്തയിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ശ്രദ്ധയോടുകൂടി നിങ്ങൾ നാമം ചൊല്ലുമ്പോൾ മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിൽ വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ദുഃഖത്തെ അയവിറക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള ഒരു കഴിവുണ്ടോ? പറയൂ. അപ്പൊ നിങ്ങൾക്ക് ശീലമായി ഇരിക്കുക. നിങ്ങൾ ജപിച്ച് 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 ശീലമാകുമ്പോൾ
ഒരു ദുഃഖം വരുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധയെ ഏതിലേക്ക് മാറ്റാം? പറയൂ. നാമത്തിലേക്ക് ശ്രദ്ധ മാറ്റാൻ സാധിച്ചാൽ ആ ദുഃഖത്തിന്റെ ഒരു തീവ്രത, ദുഃഖത്തിന്റെ ശക്തി കുറഞ്ഞു. അപ്പൊ നോക്കൂ, ദുഃഖമല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഓർക്കണം, അതിൽ 3 കാര്യങ്ങളുണ്ട്. ദുഃഖം എന്ന് പറയുന്നതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അനുഭവമാണ്. എന്നെ ഒരാൾ ചീത്ത പറഞ്ഞു, ഒരാൾ ചീത്ത പറയുന്നു എന്നൊരു അനുഭവം എനിക്കുണ്ടായി. രണ്ടാമത്തത്, ആ പറയുന്ന വാക്കുകൾ എല്ലാം എൻ്റെ ഉള്ളിൽ ചിന്തകളായി എൻ്റെ മനസ്സിൽ നിറയുന്നു. ഓ, എന്നെ ചീത്ത വാക്കുപയോഗിച്ചു, എന്നെ വേദനിപ്പിച്ചു, എന്നെ ബുദ്ധിമുട്ടിച്ചു, ഇല്ലേ? എൻ്റെ മനസ്സിൽ അത് നിറയുന്നു. ആ വ്യക്തി ഉപയോഗിച്ച വാക്കുകളുടെ വേദന. ചീത്ത വാക്കാണെങ്കിൽ എന്നെ ഇങ്ങനെ ചീത്ത പറയേണ്ടതായിരുന്നില്ല. ഉണ്ടോ? ഇപ്പൊ നിങ്ങളെ 4 പേരുടെ മുന്നിൽ വെച്ചിട്ടാണ് ചീത്ത വിളിച്ചെങ്കിൽ വേദന കൂടുമോ കുറയോ? കൂടും. കാരണം എല്ലാവരും മുന്നിലും വെച്ചിട്ട് എന്നെ അങ്ങനെ പറയരുതായിരുന്നു. ആ വേദന കൂടുമോ? കൂടും. അത് മനസ്സിൽ നിറയും. ഇനി മൂന്നാമത്തത്, അപ്പൊ ഒന്ന് അനുഭവമാണ്, രണ്ടത് മനസ്സിൽ പതിയലാണ്, 3 നമ്മുടെ ശ്രദ്ധയാണ്. ഏതാണ്? ശ്രദ്ധ. ശ്രദ്ധ എന്ത് ചെയ്യും? അത് തന്നെ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ആര്? ശ്രദ്ധയുടെ ജോലി. അപ്പൊ അത് എത്ര മനസ്സിൽ നിന്ന് നമ്മൾ കളയാൻ ശ്രമിച്ചാലും ശ്രദ്ധ വീണ്ടും വീണ്ടും അതിൽ തന്നെ ശ്രദ്ധ വയ്ക്കും. ആണോ? മനസ്സിലായില്ല? അപ്പൊ പല്ലിനൊരു വേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ശ്രദ്ധ എവിടേക്ക് തന്നെ വരും? ആ പല്ലിലേക്ക് തന്നെ വീണ്ടും വരുന്ന പോലെ ഒരു വിഷമം വന്നാൽ ശ്രദ്ധ വീണ്ടും വീണ്ടും ആ വിഷമത്തിലേക്ക് തന്നെ ആവർത്തിക്കും. അപ്പൊ ശ്രദ്ധ നമുക്ക് മാറ്റാനുള്ള ഒരു കഴിവും ശക്തിയും പ്രാപ്തിയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അയവിറക്കുന്നതിലുള്ള ശ്രദ്ധയുടെ തീവ്രത പറയൂ കുറയും. അപ്പൊ നമുക്ക് അനുഷ്ഠാനം വേണ്ടതുണ്ടോ? അനുഷ്ഠാനങ്ങൾ ആവശ്യമാണോ? അവർക്ക് പറയൂ. എന്തിനാണ് അനുഷ്ഠാനം? ദൈവത്തിന് വേണ്ടിയിട്ടല്ല. ദൈവത്തിന് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? അവനവന് ജീവിതത്തിൽ ദുഃഖങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ എന്ത് വേണം? അനുഷ്ഠാനം. അപ്പൊ അനുഷ്ഠാനം ചെയ്യും തോറും അത് നിങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞ് പതിഞ്ഞ് ഒരു ചാനലായി എപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ദുഃഖത്തിന്റെ വെള്ളം കെട്ടിക്കിടക്കുന്നോ അപ്പൊ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പുറത്ത് കടക്കാൻ ഒരു വഴിയുണ്ടായി. മനസ്സിലാവുണ്ടോ? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നിരന്തരമായ ഒരു അനുഷ്ഠാനം ജീവിതത്തിൽ ആവശ്യമാണ്. ഇതാണ് ഇന്നത്തെ തലമുറകൾക്കൊട്ടും ഇല്ലാത്തത്. അതുകൊണ്ട് അവര് ദുരഭിമാനം വെച്ച് ജീവിക്കുന്നു. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇന്നത്തെ പെമ്പിള്ളേര് തൂങ്ങുന്നു. കാരണം അവർക്ക് ആ ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റുന്നില്ല. കാരണം അച്ഛനമ്മമാരിന്ന് വളർത്തുന്നത് അവരെ ഒരു ദുഃഖവും വിഷമവും അറിയിക്കാതെയാണ്. അപ്പൊ അവർക്ക് ജീവിതത്തിലുള്ള ഡിസ്കംഫർട്ടുകളൊന്നും അവർ അനുഭവിച്ചിട്ടില്ല. പണ്ടാരോ പറഞ്ഞതുപോലെ തലയിൽ വെച്ചാൽ ഉറുമ്പരിച്ചാലോ താഴെ വെച്ചാൽ പേനരിച്ചാലോ എന്ന് പറഞ്ഞ പോലെ വിപരീതം. തലയിൽ വെച്ചാൽ പേനരിച്ചാലോ താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ എന്ന് പറയുന്നത് പോലെ അവരങ്ങനെ കണ്ണിലുണ്ണിയായിട്ട് വളർത്തി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഓരോ വീട്ടിലോരോ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അപ്പൊ അവർക്ക് പ്രശ്നങ്ങളായി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടില്ല. നോക്കൂ, ഏറ്റവും കൂടുതൽ ഇന്ന് ആത്മഹത്യകൾ കൂടുന്നതിന് കാരണം ഞാൻ പറയാം ഉത്തരവാദികൾ അച്ഛനമ്മമാരാണ്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ കംഫർട്ടുകളിലും വളർന്നവർക്ക് ചെറിയ ഡിസ്കംഫർട്ടുകളെ ഉൾക്കൊള്ളാൻ, ബുദ്ധിമുട്ടുകളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവരതിൽ തന്നെ കടന്ന്, ആ വിഷമത്തിൽ തന്നെ കടന്ന് ഉത്തരമില്ല. അപ്പൊ പിന്നെ തൂങ്ങാൻ അവർ പോകും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അപ്പൊ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അപ്പൊ മനസ്സ് അതൊക്കെ കടന്നു പോവാൻ പരിശീലിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ആത്മഹത്യയെക്കുറിച്ചല്ല ചിന്തിക്കുക. അങ്ങനെയുള്ളവർ പറയും ഇതും വരും ഇതും പോവും, കാരണം ഇതിനപ്പുറത്ത് കടന്ന് അനുഭവിച്ച ആളാണ് ഞാൻ. ഇപ്പൊ ദശരഥ മഹാരാജാവ് ദുഃഖിക്കുന്നതിന് എന്തായിരിക്കും ഒരു കാരണം? രാമൻ 14 വർഷം കാട്ടിൽ ജീവിക്കുക എങ്ങനെയാണെന്ന്. ഇപ്പൊ ദശരഥ മഹാരാജാവ് കാണുന്ന കാട് ഒരു പക്ഷേ
ഘോര രാക്ഷസന്മാരും നേരത്തെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറെ പേടിയായിരുന്നു, ദുഃഖിതനായിരുന്നു. ഈ അവിടെ സുബാഹു മാരീജാതി രാക്ഷസന്മാരെ നേരിടാൻ മാത്രമൊന്നും എൻ്റെ രാമൻ ആയിട്ടില്ല. അത്രയൊരു കൊച്ചുകുട്ടിയെ പോലെയാണ് ആരെ കാണുന്നത്? രാമനെ കാണുന്ന. രാമനാണ് ഈ പെണ്ണ് കെട്ടാനുള്ള പ്രായമായിട്ടുണ്ട്. അതല്ലേ കടിഞ്ഞാണൊക്കെ വലിച്ചു കെട്ടി പെണ്ണ് കെട്ടി പോകുന്നത്. അച്ഛൻ കാട്ടിലേക്ക് പോകുമ്പം രാമനോട് പറഞ്ഞു ഫീഡിംഗ് ബോട്ടിൽ എടുക്കാൻ മറക്കരുത് എന്നാണ്. അപ്പൊ അച്ഛന്റെ മുന്നിലുള്ള രാമൻ എന്ന് പറയുന്നത് ചെറിയൊരു കുഞ്ഞിവാവെ പോലെ അല്ലെങ്കിൽ ഒരു ഉണ്ണിയെ പോലെയുള്ള ഒരു കുട്ടിയാണ് അച്ഛന്റെ മുന്നിൽ. എന്നാൽ രാമനാണ് ഈ കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയെ കൊണ്ട് നടക്കാനുള്ളൊരു കഴിവുള്ള പ്രാപ്തിയുള്ള ഒരാളായി മാറിയ വിവരമൊന്നും ആരറിയുന്നില്ല, അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ വിശ്വാമിത്ര മഹർഷിക്ക് മനസ്സിലായി ഈ രാമൻ കേവലം ഒരു യുവരാജസ്ഥാനത്ത്, അതായത് ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ല, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കല്യാണവും കഴിക്കാന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത്. നോക്കൂ, ഒരുപക്ഷെ രാജാവ് നമ്മുടെ വിശ്വാമിത്ര മഹർഷി പറയാണ്, സുബാഹുവിന്റെ ഒക്കെ കാര്യം കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് കൊണ്ടുകൊണ്ട് രാമനെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ദശരഥൻ പറഞ്ഞയക്കുമെന്ന് എനിക്കറിയില്ല. കാരണം രാമൻ അതിനൊന്നും പ്രായമായിട്ടില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ആരിയിരിക്കുന്നത് ഇല്ലേ? പല വീടുകളിലും അച്ഛനമ്മമാരുണ്ടല്ലോ, പ്രത്യേകിച്ച് നിങ്ങളുടെ പാലക്കാട് ജില്ലയിലൊക്കെ ജാതകം നോക്കി അച്ഛനമ്മമാരിരിക്കും. ഈ ജാതകം ഒത്തു വരുമ്പോഴേക്കും അവൾ ആരുടെ കൂടെ പോയിട്ടുണ്ടാവും. കാരണം അവൾ നോക്കുമ്പോൾ ഈ ജാതകം ഒരിക്കലും ചേരുന്നില്ല. കാരണം ജാതകം ചേർന്ന അച്ഛനും അമ്മയും തന്നെ ചേരുന്നില്ല. അച്ഛനും അമ്മയും തന്നെ ജാതകം ചേർന്നവരാണ്. ഇവരെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ജാതകം നോക്കി കല്യാണം കഴിക്കുന്നതിൽ അത് അർത്ഥമുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ സുഖത്തിൽ ജീവിപ്പിക്കുമ്പോൾ അവർക്ക് അല്ലലും അലട്ടലും കൊടുക്കാതിരുന്നാൽ പിന്നീട് ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോൾ പലപ്പോഴും അവർക്കതിനെ നേരിടാനുള്ള കരുത്തില്ലാതെ പോവും. അപ്പൊ അവര് പ്രതികരിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അവർക്കതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു ശക്തിയില്ല. മനസ്സത്രയും ദുർബലമാണ്. അത് തന്നെ അയവിറക്കി ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഉത്തരത്തിൽ തൂങ്ങുന്നു. ഒരു ഉത്തരം കിട്ടുന്നവരൊരിക്കലും ഉത്തരത്തിൽ ഒരിക്കലും തൂങ്ങുന്ന പ്രശ്നമില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ കാലഘട്ടത്തിൽ ആത്മഹത്യ കുറവാണ്. എന്നാൽ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ വേണ്ടത്. കാരണം ഓരോ വീട്ടിലും 10ഉം 12ഉം ആണ്. ദാരിദ്ര്യമാണ്. എന്നാൽ പ്രസവത്തിൽ ഒരു ദാരിദ്ര്യം ഇല്ല. അമ്മമാരാണെങ്കിൽ മത്സരിച്ച് പ്രസവിക്കായിരുന്നു. അപ്പോഴത്തെ മീനാക്ഷി 8 ഞാൻ 9 പ്രസവിക്കുന്നതാണ്. അവിടെ 8 പ്രസവിച്ചാൽ ഇവിടെ 9 പ്രസവം. അല്ലെ, ഞാൻ നുണ പറയല്ല. അന്ന് പ്രസവിക്കുന്ന ഒരു ശീലായിരുന്നു അമ്മമാർക്ക്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? എത്ര പ്രസവ ഓരോ വീട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മയെ കണ്ട, ആ അമ്മ 15ാമത്തെ മകളാണത്രേ. ഞാൻ ചോദിച്ചു എങ്ങനെയാ അമ്മ കഴിഞ്ഞത്? അപ്പൊ പറയാ, എന്നെ പ്രസവിച്ചപ്പോ മൂത്ത സിസ്റ്ററുടെ മകളുടെ മകള് പ്രസവിച്ചിരിക്കുന്നു. അപ്പൊ വീട് മൊത്തം ഒരു പ്രസവ വാർഡായിരുന്നു. ഓരോ വീടുകളും വന്നൊരു ചെറിയ ഒരു ഗൈനിക് ഒരു ഹോസ്പിറ്റലായിരുന്നു. പ്രസവങ്ങളുള്ള വീടുകളായി. എന്നാ മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടോ? അതുമില്ല. നിങ്ങളോട് കുറച്ച് സ്നേഹം കൂടുതലുമാണ് അന്നത്തെ അമ്മമാർക്ക്. പാവം പെമ്പിള്ളേരെ മുതൽ പണിയെടുക്കണം, അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല. എന്നത്തെ പോലെ കളർ വസ്ത്രങ്ങളൊന്നും അവർക്ക് കൊടുക്കാനില്ല. പീരീഡായ പാവം അതൊക്കെ തൊട്ട ശാപാണെന്നുള്ള രീതിയിൽ പുറത്താക്കും. ആണോ? ഒരുപാട് ടോർച്ചർ അന്നത്തെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്. ആണോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? കല്യാണത്തിന് ചോയ്സ് ഉണ്ടോ? ഏതൊരു കോന്തം വന്നോ ഒരുതിനെ കെട്ടണം. ഇന്നത്തെ പോലെ പേപ്പർ നോക്കി അല്ലെങ്കിൽ ഫോട്ടോ നോക്കി ഇഷ്ടപ്പെട്ടോ മുഞ്ചുണ്ടോ മുഞ്ചില്ലയോ ഒന്നും പറയാൻ പറ്റുമോ? ഇന്നിപ്പോ വാട്സാപ്പ് നോക്കി ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ഏതോ ഒരുതിനെ കൊണ്ടുപോകുന്ന അച്ഛനും അമ്മയും നോക്കുമ്പോൾ സ്വത്തുള്ളവരാ. ഓക്കെ, കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലും ഈ രീതിയിലൊക്കെ ആയിരുന്നു പഴയ കാലത്തെ കല്യാണങ്ങളും ഒക്കെ നടന്നത്. അന്ന് ആത്മഹത്യയുണ്ട് സ്ത്രീകളായിരുന്നില്ലേ? കൂടുതൽ ടോർച്ചർ അനുഭവിച്ചവരവരാണ്. ആണോ? അപ്പൊ അന്നത്തെ കാലത്തെ സമൂഹം ഒരുപാട് ഇല്ലായ്മകളും ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിച്ചതുകൊണ്ട് അവർക്ക് അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിച്ചു. ഇന്ന് നിങ്ങൾ നോക്കൂ, കുട്ടികൾക്ക് സുഖ സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് ആത്മഹത്യകൾ കൂടിയത്. എന്താ കാരണം? ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിഷമങ്ങളെ പോലും അവർക്ക് ഉൾക്കൊള്ളാൻ. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ? നിങ്ങൾ കാലഘട്ടം നോക്കൂ. നിങ്ങൾക്കിത് രണ്ടും കണ്ടവരല്ലേ നിങ്ങൾ? ഇന്നത്തെ സൗകര്യങ്ങളുടെ പകുതി പോലും സൗകര്യം ഉണ്ടോ? ഒന്ന് നെല്ല് കുത്തിയിട്ടും അമ്മീർ അരച്ചിട്ടും അരി ആട്ടിയിട്ടൊക്കെ ജീവിച്ച് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ 1/2 കിലോമീറ്റർ പോയും ഒന്ന് മൂത്രം ഒടിക്കണമെങ്കിൽ തന്നെ ദൂരം പോണ്ട കാലഘട്ടമായിരുന്നു. എന്ത് സൗകര്യങ്ങളുണ്ടായിരുന്നു വീട്ടിൽ? അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. ആണോ അല്ലയോ? ഇന്നിപ്പോ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളായി. ഈ തരത്തിൽ ഇത്രയും കംഫർട്ടുകൾ ഉണ്ടായി ഈ സമൂഹത്തിന്
ചെറിയ വേദനകൾ പോലും ഉൾക്കൊള്ളാൻ പറ്റാതെ. അതാണ് ഇന്നത്തെ തലമുറയ്ക്ക്, അത് ഞാൻ പറയാ, അതിന് കാരണം അച്ഛനമ്മമാരാണ്. കാരണം അത്ര അവരെ സുഖത്തിൽ ജീവിച്ചപ്പോൾ അവരറിയുന്നില്ല ജീവിതത്തിൽ ദുഃഖങ്ങളും വരും. ഇനിയിപ്പോ ദുഃഖങ്ങൾ വരുന്നാലും കുഴപ്പമില്ല, അവർക്ക് കൊടുക്കാതിരുന്ന എന്താന്ന് വെച്ചാൽ ഈ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ചില അനുഷ്ഠാനങ്ങൾ കൂടി നിങ്ങൾക്ക് വേണ്ടതുണ്ട്. അല്ലെങ്കിൽ മനസ്സ് ഒരു ചുഴിയിൽപ്പെട്ട ഇല പോലെ ആ ദുഃഖത്തിൽ കടന്ന് നിങ്ങളെ കറക്കി തളർത്തിക്കളയും. ഇതൊരു അച്ഛനും അമ്മയും കൃത്യമായി പറഞ്ഞു കൊടുത്തില്ല, അവരെ പരിശീലിപ്പിച്ചില്ല. ഒരു ക്ഷേത്രങ്ങളിലൊക്കെ പോയി കുറച്ചു നേരം നാമജപത്തിന്റെ ഉപാസന, വീടുകളിലൊക്കെ പൂജാമറി ഉണ്ടാക്കും, പക്ഷെ എല്ലാം ചന്ദനത്തിരി കാണിച്ച് ഉരുട്ടി അവിടെ വെച്ച് കത്തിച്ച് പോരുക എന്നല്ലാതെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്ന് ജപിക്കുന്ന സംസ്കാരമുള്ളവർ വളരെ കുറവായിപ്പോയി. അതൊക്കെയാണ് നമ്മുടെ ഹിന്ദുമതത്തിന് പറ്റിയ വീഴ്ചകൾ. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ വളരെ ഗംഭീരമായ ഈ ഒരു ഭാഗം കാണേണ്ടതുള്ളത്. ലക്ഷ്മണോപദേശം എന്നൊരു ഭാഗം, ഇതെല്ലാവരും ഒന്ന് വായിക്കണം. ഇത് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം, ഇടയ്ക്കിടയ്ക്ക് അവരെ കൊണ്ടൊന്ന് എടുത്തു നോക്കിപ്പിക്കണം. കാരണം ഇത് നമുക്ക് ആവശ്യമാണ്. ലക്ഷ്മണൻ അച്ഛനെതിരെ കുറെ വാക്കുകൾ നേരത്തെ പറഞ്ഞ് നമ്മൾ കണ്ടു അല്ലേ? ദശരഥ മഹാരാജാവ് കൈകേയിക്ക് വിധേയനായി രാമനെ കാട്ടിലേക്കും ഭരതനെ രാജ്യവും കൊടുത്തപ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ലക്ഷ്മണന്. എന്നാൽ നമ്മൾ നേരത്തെ രാമന്റെ കാര്യത്തിൽ കണ്ടു, രാമൻ എന്താ പറഞ്ഞ വാക്ക്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് മറക്കരുത് എന്ന്. രാമൻ എന്താ പറഞ്ഞ വാക്ക്? ഇതിലെന്താ ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്ന് ലാഘവത്തോടെ കൈകേയിയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിഞ്ഞ ആളാണ് ആര്? രാമൻ. എന്നാൽ ലക്ഷ്മണന് അതൊട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. രാമൻ കാട്ടിലേക്ക് പോയാൽ താനും ഒറ്റപ്പെട്ടു പോവും. താനാണെങ്കിൽ ഇത്രയും കാലം രാമനെ ആശ്രയിച്ചു നിൽക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ കൈപ്പയുടെ വള്ളി പോലെ അതങ്ങനെ രാമനെ ചുറ്റുപറ്റി നിൽക്കുകയാണ്. രാമൻ പോയി കഴിഞ്ഞാൽ തനിക്കുണ്ടാവുന്ന ഏകാന്തത, ഒറ്റപ്പെടൽ, അതേപോലെ തന്നെ ഈ കൊട്ടാരത്തിൽ ഉണ്ടാകുന്ന ഒരു ശൂന്യത. രാമനെ എന്തിനാണ് കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്? അച്ഛൻ തീർത്തും ഒരു സ്ത്രീക്ക് അടിമപ്പെട്ട് ഭ്രാന്താണ് കാണിക്കുന്നത്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അച്ഛന് ബോധമില്ലാത്തവനായി തീർന്നു. അച്ഛനെ പോലുള്ള ഒരാൾ ഒരിക്കലും ഇതൊന്നും ചെയ്യരുതായിരുന്നു. അപ്പൊ ദശരഥനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്ന ആ ദശരഥനെ അല്ല ലക്ഷ്മണൻ ഇപ്പൊ കാണുന്നത്. രാമന്റെ പിതാവായ ആ ദശരഥനെ ലക്ഷ്മണൻ കാണുന്നത് തീർത്തും കൊള്ളരുതാത്ത ഒരാളായിട്ടാണ്. സ്വന്തം അച്ഛനെ ചീത്ത വിളിക്കുന്ന ഒരാളാണ് ആര്? ലക്ഷ്മണൻ. ആകെ കോപിഷ്ഠനായിട്ട് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് അത് രാമന്റെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത വിളിക്കുന്ന ലക്ഷ്മണൻ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ നീറ്റ് എക്സാമിനേഷന്റെ പ്രശ്നം വന്നപ്പോ കുറെ എണ്ണം മോഡിയെ ചീത്ത വിളിക്കുന്നുണ്ട്. മോഡിയാണോ ഇതൊക്കെ ചെയ്തത്? മോഡിയല്ല ചെയ്തത്. അദ്ദേഹം പാവം ഇതിലൊന്നും ഒരു അറിയുന്ന ആളല്ല. ഇത് ലീക്കാക്കിയ ടീം വേറെയാണ്, അവര് വേറെ ഉദ്ദേശിച്ചാണ് അല്ലേ? ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കുറ്റപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഈ കുറ്റപ്പെടുത്തുന്ന ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരെന്നും ഉദ്ദേശിച്ച് നീറ്റ് പരീക്ഷ നന്നാക്കലല്ല. ഇതെല്ലാം ഒരു രാജ്യദ്രോഹ ചിന്തയാണ്. കാരണം ഇന്നിപ്പോൾ ഭാരതം ലോകത്തിന്റെ മുന്നിൽ മുന്നേറുന്നുണ്ട്. തോന്നിവാസങ്ങൾ പണ്ടത്തെ പോലെ സാധ്യമല്ല, ഒരു അരാജകത്വം സൃഷ്ടിക്കൽ സാധ്യമല്ല. മനസ്സിലായില്ലേ? പിന്നെ ഹിന്ദു സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചിലരെ ഇതെല്ലാം വളരെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ചീത്ത വിളിക്കേണ്ട കാര്യം എന്താ? നരേന്ദ്രമോദിക്ക് നീറ്റ് പരീക്ഷയായിട്ട് എന്താ ബന്ധം? നരേന്ദ്രമോദിയാണോ ഇത് ചെയ്യുന്നത്? മനസ്സിലായില്ലേ? അപ്പോ അത്ര ഒരു ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ നരേന്ദ്രമോദിയോട് അങ്ങോട്ട് പറയേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ ചില റിഫോംസ് ഇതിന് വേണം എന്നുള്ളത്. വേണ്ടേ? ആ റിഫോംസ് വരണം. ഞാൻ ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പാർലമെന്റ് പ്രൊസീഡിങ്സ് നോക്കായിരുന്നു. ഇന്നിപ്പോ ബില്ല് വെച്ചു, അതായത് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കുന്നവർക്ക് കർക്കശമായ ശിക്ഷ വേണമെന്ന്. നമ്മുടെ കോൺഗ്രസ് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തതേ ഇല്ല, അവർ ബോയ്ക്കൗട്ട് ചെയ്തു. അപ്പൊ നോക്കൂ, ഇവരൊക്കെയാണ് സമരം ചെയ്യുന്നത്. അപ്പൊ ഇവർക്കൊന്നും ആവശ്യം നീറ്റ് പരീക്ഷ നന്നാവലോ കുട്ടികൾ നന്നാവലോ അല്ല, എങ്ങനെയെങ്കിലും ഒരു രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുക. മനസ്സിലായില്ലേ? ഒരു ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണ്ടേ? മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഹിന്ദു സമൂഹം വളരെ ജാഗ്രതയോടെ കാണണം. കാരണം ഇതിന്റെ പിന്നിൽ കുറെ രാജ്യദ്രോഹികളും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം വേറെയാണ്. ഒരു പ്രശ്നം പരിഹരിക്കലാണെങ്കിൽ ആ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. വേണ്ടേ? വേണോ വേണ്ടയോ?
ഞാൻ ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം അവര് പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു പ്രധാൻ രാജിവെക്കണം. ശരി, അയാൾ രാജിവെച്ചു. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എൻക്വയറി വേണം, ഞങ്ങൾക്ക് ബില്ല് വേണം, പുതിയ നിയമം, കർക്കശ നിയമങ്ങൾ. ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെ അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുകയും വേണ്ടേ? എപ്പോഴും നമ്മൾ തെറ്റ് കാണരുത്. ഒരാള് ശരിയാക്കി എടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ശരിയെയും അംഗീകരിക്കണ്ടേ? വേണോ വേണ്ടയോ? എപ്പോഴും തെറ്റിനെ മാത്രം തെറ്റ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരാൾ ശരിയാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ശരിയെ കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അത് പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഭൂരിപക്ഷം ആളുകളും പ്രതികരണ ശേഷിയില്ലാത്തവരാണ്. ഈ പ്രതികരിക്കുന്നവരെപ്പോഴും നെഗറ്റീവായി പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. അത് ഇന്നത്തെ കാലത്ത് അത് വളരെ കൂടുതലുമാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ നോക്കൂ, ഹിന്ദു മതത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്. ഞാൻ ഇതിലേക്ക് മതം വലിച്ചു കൊണ്ടുവരാൻ കാരണം കേരളത്തിൽ തന്നെ വളരെ വേദനയുള്ള കാര്യങ്ങളാണ്. അയ്യപ്പനെ അവഹേളിക്കുക, സരസ്വതി അവഹേളിക്കുക, ഇതൊക്കെ ഹിന്ദു സമൂഹത്തിന്റെ നേരെ കാണി. എന്നാൽ ഇവരോടൊന്ന് അള്ളാഹുവിന്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു നോക്കൂ, നിങ്ങൾ മുഹമ്മദ് നബിയുടെ ചിത്രം വരയ്ക്കാൻ നോക്കുക, അതിനൊന്നും ഇവർക്ക് ധൈര്യമില്ല. അത് വരുമ്പോൾ അവർ പറയും അത് മതനിന്ദയാവുന്നു. അപ്പൊ ഹിന്ദുക്കളുടെ ചിത്രം വരയ്ക്കാൻ മതനിന്ദല്ലേ? അത് സ്വാതന്ത്ര്യമാണ് അത്രേ. അപ്പൊ ഹിന്ദുക്കളുടെ മേലെ കുതിര കയറുന്നത് മതസ്വാതന്ത്ര്യവും മറ്റു മതങ്ങളെ ചോദ്യം ചെയ്യുന്നത് അത് മതനിന്ദയും. അതെന്ത് സെലക്റ്റീവ്നെസ് ആണ്? ഇതെന്ത് സെലക്റ്റീവ് രാഷ്ട്രീയമാണ് അല്ലേ? ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്നെ വിമർശിക്കുന്ന പോലെ വേറെ ആളെയും വിമർശിക്കണം, എന്നെ മാത്രം സെലക്റ്റീവായിട്ട് വിമർശിക്കുക. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അത് വലിയ ചർച്ചയായത് ഞാനിപ്പോൾ പറയേണ്ട ഒരു സന്ദർഭമല്ല, എന്നാലും പറയുകയാണ്. അതായത് ചെട്ടിക്കുളങ്ങര എന്നുള്ളൊരു ക്ഷേത്രമുണ്ട്, ആലപ്പുഴ ജില്ലയിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ഏതാണ്? ചെട്ടിക്കുളങ്ങര. അപ്പൊ അവിടെ കുത്തിയോട്ടം എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പൊ ഈ കുത്തിയോട്ടത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സൂചി കുട്ടികളുടെ ദേഹത്ത് കുത്തും, ഒരു പൊടി രക്തമെടുക്കും. അപ്പൊ ആരോ അതിനെ വ്യാഖ്യാനിച്ചു, ഇത് ദേവിക്ക് ബലി കൊടുക്കുന്നതിന് ചടങ്ങാണെന്ന്. ദേവിക്ക് ഇത് വളരെ തെറ്റാണ്, ഇത് നിന്ദ്യമാണ്, കുട്ടികളോടുള്ള ക്രൂരതയാണ്. അപ്പൊ ആരോ ഈ പ്രതിഷേധിക്കുന്നവരോട് ചോദിച്ചു, മുസ്ലിം കുട്ടികളിൽ ആണുങ്ങളിൽ സുന്നത്ത് എന്നൊരു ചടങ്ങുണ്ട്, അറിയാലോ, കേട്ടിട്ടില്ലേ? അപ്പൊ അതിലും ചോരയൊക്കെ വരും കുട്ടികൾക്ക്. ഈ ചടങ്ങ് അതും വലിയ ക്രൂരതയല്ലേ? അതിനെതിരെ നിങ്ങൾ വല്ലതും പറയുമോ? പറഞ്ഞു അത് അവരുടെ മതസ്വാതന്ത്ര്യമാണെന്ന്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഈ സെലക്റ്റീവ്നെസ്. മനസ്സിലായില്ലേ? അവരുടെ കാര്യം വരുമ്പോൾ അത് അവരെ കുറ്റപ്പെടുത്താൻ പറയാം, അത് മതനിന്ദയാണ്. ഹിന്ദുക്കളെ കുറ്റപ്പെടുത്തുന്നത് മതസ്വാതന്ത്ര്യമാണ്. എന്ത് രാഷ്ട്രീയമാണത്? ഇതാണ് ഇവരുടെയൊക്കെ ഒരു എന്താ പറയാ, പൊയ്മുഖങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഹിപ്പോക്രസി എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് ഒരു വിഭാഗത്തെ മാത്രം സെലക്റ്റീവായി എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? വേറൊരു വിഭാഗം ചെയ്യുന്നതിനെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ട്. അത് ഇന്ത്യയിൽ, കേരളത്തിലുണ്ടോ? കേരളത്തിലുണ്ടോ ഇല്ലയോ? ഇത് നമ്മൾ സത്യം, ആകാശത്തുനിന്ന് പോലും സത്യം പറയുന്നുണ്ട്. അപ്പോ ഈ തരത്തില് നമ്മളൊക്കെ ഒരു തിരിച്ചറിവുള്ളവരാവണം. കാരണം നമ്മൾ ഹിന്ദുക്കൾ ഭൂരിപക്ഷം മിണ്ടാതിരിക്കുന്നു, അതുകൊണ്ടാണ് ഇവർ തലയിൽ കയറുന്നത്. മനസ്സിലായില്ലേ? ഇനിയെങ്കിലും നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇത്തരം തെറ്റ് പറയുന്നവർക്കാണ് സമൂഹത്തിൽ എപ്പോഴും ഒരു അംഗീകാരം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇവരാണ് അടിച്ചു കയറുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് വളരെ നമ്മളും ഇക്കാര്യത്തിൽ പ്രതികരണം ഉള്ളവർ ആയിരിക്കണം. ഈ കുറെ ഹിന്ദുക്കളുണ്ട്, ആരോടും ഒന്നും ഇടപഴകില്ല, മക്കളെ വെറും ട്യൂഷനും അയച്ച് അവരെപ്പോഴും രാവിലെ വായിൽ ഇഡ്ഡലി കുത്തിത്തിരികി, ദോശ കുത്തിത്തിരികി മക്കളെ ഫീഡ് ചെയ്ത് ഈ തരത്തിൽ വളർത്തുന്ന മക്കളാണ് ചത്തുപോകുന്നത്. കാരണം അവരെ അങ്ങനെ സൂക്ഷിച്ചു വളർത്തി ഇതിന് നാളെ പുറത്തിറങ്ങുമ്പോൾ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിന് നേരിടാൻ പറ്റുന്നില്ല. അവര് ലക്ഷ്മണനെ പോലെ പൊട്ടിത്തെറിക്കുകയാണ്. അതോടുകൂടി അവരുടെ ജീവിതം പൊലിഞ്ഞു പോവുകയാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇരുട്ടിൽ ചെറിയൊരു പ്രകാശത്തിൽ പുറത്തു വരുന്ന ഈയാമ്പറ്റ വലിയ വെളിച്ചം കാണുമ്പോൾ എടുത്ത് ചാടും. അതിനെ ആ വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ആ വെളിച്ചം കണ്ട അതിലേക്ക് ചാടി അതിന്റെ ചൂട് തട്ടി അതിന്റെ ചിറകുകൾ കരിഞ്ഞു വീഴുമ്പോഴാണ് അറിയുന്നത് ഇത്രയും ദുരന്തങ്ങൾ പുറത്തുണ്ടെന്ന്. ഇതുപോലെയാണ് ഇന്നത്തെ കുട്ടികൾ. പുറത്തിറങ്ങുമ്പോൾ അവർക്കറിയണം ജീവിതത്തിൽ പല ചൂടുകളും ശരീരത്തിൽ തട്ടാനുണ്ട്, മനസ്സിന് തട്ടാനുണ്ട്. ആ ചൂടുകളിൽ എൻ്റെ മനസ്സൊരിക്കലും കരിഞ്ഞു പോവരുത്. അങ്ങനെ കരിഞ്ഞു പോവാതിരിക്കണമെങ്കിൽ അതിനെ ഉള്ളതാക്കണമെങ്കിൽ അതിന് ചില അനുഷ്ഠാനങ്ങൾ, അത് ഏത് അച്ഛനമ്മമാർക്ക് ബോധമുണ്ട്? ആരതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്? എല്ലാവരും ഈ കംഫർട്ട് സോണിൽ കുട്ടികളെ വളർത്തി ഒരു ഡിസ്കംഫർട്ട് വരുമ്പോൾ അത് തൂങ്ങാൻ പോയി. മനസ്സിലായില്ലേ?
ജീവിതത്തിൽ ഉത്തരമില്ലാത്തവർ ഉത്തരത്തിൽ തൂങ്ങും. അതാണ് സത്യം. ജീവിതത്തിൽ തൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്തവർ ഉത്തരത്തിൽ തൂങ്ങും. അത് വാസ്തവത്തിൽ അവരുടെ കുറ്റമല്ല, ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവരുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങളും വരുമെന്ന് കണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ രക്ഷിതാക്കൾക്ക് സാധിച്ചില്ല. ചെറുപ്പത്തിലെ അവർക്ക് അങ്ങനെ പരിശീലനം കൊടുത്തിരുന്നെങ്കിൽ അവര് പല പ്രശ്നങ്ങളെയും നേരിടാൻ കരുത്തുള്ളവരാകുമായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം, ലക്ഷ്മണനെ എങ്ങനെയാണ് രാമൻ താൻ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങൾക്ക്, വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നത്. വളരെ ഒരു അച്ഛനും അമ്മയും കൊടുക്കേണ്ട ഉപദേശമാണ് രാമൻ കൊടുക്കുന്നത്. വാസ്തവത്തിൽ ഇത് കൊടുക്കേണ്ടത് കൈകേയിയോ അല്ലെങ്കിൽ കൗസല്യ മാതാവോ, കൗസല്യ പോട്ടെ അങ്ങനെ വയ്ക്കാം, ദശരഥനൊക്കെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ അവരുടെ സ്ഥാനത്തിരുന്ന്, അച്ഛമ്മമാരുടെ സ്ഥാനത്തിരുന്ന് ലക്ഷ്മണൻ ഉപദേശം കൊടുക്കുന്നത് രാമനാണ്. നമുക്ക് നോക്കാം. വത്സ, ഞാൻ വായിക്കുന്നത് 1060 ശ്ലോകം നമ്പർ 1060, ലക്ഷ്മണോപദേശം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പുസ്തകം ഉള്ളവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ പറയുന്നത്. കിട്ടിയോ എല്ലാവർക്കും? വത്സ സൗമിത്രകുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസോധ്യമായുള്ളൊരു സംഗതി നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ആദ്യം തന്നെ രാമൻ സ്നേഹവാത്സല്യത്തോടെ, പിതൃവാത്സല്യത്തോടെ ആ ലക്ഷ്മണനെ തോളിൽ തട്ടി വത്സ, കുറ്റപ്പെടുത്തുകയല്ല, ആദ്യം തന്നെ സ്നേഹവാത്സല്യത്തോടുകൂടി തോളിലൊക്കെ ഒന്ന് തട്ടി വളരെ അനുനയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് ശാന്തനാക്കിക്കൊണ്ട് സ്വസ്ഥനാക്കിക്കൊണ്ട് ആ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഹ്യൂമൻ സൈക്കോളജി പറയും. അതായത് ഒരാള് വളരെ പ്രക്ഷുബ്ധനായിരിക്കുമ്പോൾ ഒരു ഉപദേശവും മനസ്സിൽ കയറില്ല. കാരണം അസ്വസ്ഥ മനസ്സിന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അസ്വസ്ഥയായി ഒരാൾ അസ്വസ്ഥനാണെങ്കിൽ വലിയ ഉപദേശങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വീടുകളിലൊക്കെ കലഹങ്ങൾ ഉണ്ടാകുമ്പോണ്ടല്ലോ പലപ്പോഴും ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമുണ്ടായി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചും ബഹളം വെച്ചിരിക്കുമ്പോൾ എത്ര നല്ലത് പറഞ്ഞാലും രണ്ടുപേരും കേൾക്കില്ല. കാരണം മനസ്സിൽ തട്ടിയത് തന്നെ വീണ്ടും വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കും, അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. അപ്പം ഏത് നല്ല കാര്യം ഉൾക്കൊള്ളാനും മനസ്സിനൊരു എന്ത് വേണം? ശാന്തത വേണം. അപ്പൊ ലക്ഷ്മണന്റെ മനസ്സിനെ ആദ്യം തന്നെ ശാന്തമാക്കുന്ന ഒരു വിളിയാണ് ആര് വിളിക്കുന്നത്? രാമൻ വിളിക്കുന്നത്. വത്സ സൗമിത്രേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇതൊരു അല്ലാത്തൊരു സാധാരണ വീട്ടിലെ സാഹചര്യമാണെങ്കിൽ അച്ഛനെ ഏറെ സ്നേഹിക്കുന്നു രാമൻ. ആ രാമന്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അമ്മയായ കൗസല്യയുടെ മുന്നിൽ വെച്ച് ലക്ഷ്മണൻ അച്ഛനെ കുറിച്ച് ഇത്രയും മോശം പറയുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിലായിരുന്നെങ്കിൽ രാമൻ അപ്പം പൊട്ടിച്ചിട്ടുണ്ടാവും ലക്ഷ്മണനെ. എന്താടാ നീ അച്ഛനെ കുറിച്ച് ഇത്രയും മോശം പറയുന്നത്? അങ്ങനെയല്ലേ ഉണ്ടാവുക? ആണോ? അച്ഛൻ ശരിയാണ്, തെറ്റാണെങ്കിലും ഇത്രയും കാലം നിന്നെ വളർത്തിയില്ലേ, ഇത്രയും കാലം ഒരുപക്ഷെ കൗസല്യ പോലും കാലം മാറിയിട്ടുണ്ടാവും ഇല്ലേ? കൗസല്യ പോലും പറഞ്ഞിട്ടുണ്ടാവും, എന്തായാലും നിങ്ങൾ ഒന്നിനു മാത്രം ആയില്ലേ, ആ മനുഷ്യനല്ലേ നിങ്ങൾ വളർത്തിയത് എന്ന് പറയില്ലേ? പറയൂല്ലയോ? ആ രീതിയിൽ പറയും. എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ലക്ഷ്മണ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടല്ല ആ ലക്ഷ്മണ മനസ്സിനെ ആ ഒരു വിഷമാവസ്ഥയിൽ നിന്നും രാമൻ ഉയർത്തുന്നത്. അപ്പൊ രാമന് ലക്ഷ്മണന്റെ മനസ്സറിയാം, മനഃശാസ്ത്രം അറിയാം. ലക്ഷ്മണൻ അച്ഛനെ ചീത്ത വിളിക്കുന്നത് അച്ഛനോടുള്ള വിരോധം കൊണ്ടല്ല, അച്ഛൻ കൊടുത്തിരിക്കുന്ന വരം കൊണ്ട് ഒരു രാജപാരമ്പര്യത്തെ തകിടം മറിച്ചു. മൂത്തപുത്രനാണ് രാജ്യം ഭരിക്കേണ്ടത്, അത് തകിടം മറിച്ചു. ഇത് കൈകേയിക്ക് വിധേയനായി. കാരണം ഇവർക്കൊക്കെ അറിയാം ദശരഥ മഹാരാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൈകേയിയോടാണ്. അപ്പൊ അത് കൈകേയി മുതലെടുത്ത് കാണും. പണ്ട് വരം കൊടുത്തതൊന്നും ഇവർക്കാർക്കും അറിയില്ല. അപ്പൊ കൈകേയി രാജാവിനെ മുതലെടുത്ത്, അപ്പൊ അങ്ങനെ ഒരു അന്യായം അച്ഛൻ
പ്രവർത്തിച്ചു. ഒരു രാജപാരമ്പര്യത്തെ തകിടം മറച്ചു ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്തത്, രാമനെ കാട്ടിലയച്ചതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇതൊക്കെ ലക്ഷ്മണന് അച്ഛനോടുള്ള വിരോധമായി മാറി. അപ്പൊ തന്നോടുള്ള സ്നേഹം, രാജപാരമ്പര്യത്തെ സൂക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്സ്, ഇതൊക്കെയാണ് ലക്ഷ്മണന്റെ മനസ്സിനെ പെട്ടെന്ന് പ്രക്ഷുബ്ധമാക്കിയത് എന്ന് നല്ലോണം ബോധ്യം ഉള്ള ഒരാളാണ് രാമൻ. അതുകൊണ്ട് വളരെ സ്നേഹവാത്സല്യത്തോടെ വിളിക്കുകയാണ്, വത്സ സൗമിത്രേ, കേൾക്കണം, നീ കേൾക്കണം ഞാൻ പറയുന്നത്. വാത്സല്യത്തോടുകൂടി പറയാണ്, നിന്റെ മനസ്സിലിരിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്നാൽ അസാധ്യമായുള്ള ഒന്നുമില്ല. ഇപ്പൊ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഞാൻ ഇവരെയൊക്കെ പിടിച്ച് ജയിലിട്ടിട്ട് രാമ നിന്റെ അഭിഷേകം ഞാൻ നടത്തുന്നു. അത്രയൊരു ധീരവീര ശൂര പരാക്രമിയെ പോലെയാണ് ലക്ഷ്മണൻ നേരത്തെ സംസാരിക്കുന്നത്. അപ്പൊ അതായത് ഇവരൊന്നും വേണ്ട, ഇനിയിപ്പോ വസിഷ്ഠരെതിരെ നിന്നാൽ പോലും ഞാൻ നിന്റെ പട്ടാഭിഷേകം നടത്തും, എന്നോടാണോ കളിയുന്നത്. അപ്പം രാമൻ പറഞ്ഞു, നിന്നെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല, നീ വിചാരിച്ചതൊക്കെ നടത്താൻ പറ്റും, പക്ഷെ ഇതല്ല കാര്യം. എന്താണ്? ഇവിടെയാണ് ചില സത്യങ്ങൾ ലക്ഷ്മണ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഈ കാണുന്ന അധികാരവും ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ സത്യമായി കാണുന്നില്ല. ഈ സത്യം എന്നൊരു വാക്കുണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ട ഒരു വാക്ക്. ഭാരതത്തിൽ മാത്രം പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് സത്യം എന്നുള്ളത്. നമുക്കുണ്ടല്ലോ, ഈശ്വരൻ എന്നൊരു ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ ഹിന്ദു സമൂഹം പഠിക്കാതെ പോയൊരു വാക്കാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് കൃഷ്ണനോ രാമനോ അയ്യപ്പനോ കുറെ ദേവീദേവ സങ്കല്പങ്ങളാണ്. എന്നാൽ ഈശ്വരൻ എന്ന വാക്കിന് ഭാരതീയർ കൊടുത്ത നിർവചനം, ഉപനിഷത്ത് കൊടുത്തിരിക്കുന്ന നിർവചനം സത്യം എന്നാണ്. ഈശ്വരൻ എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഈശ്വരൻ സത്യമാണ്. ഒരു പഴയ ഹിന്ദി പാട്ടുണ്ട്, ഈശ്വർ സത്യ ഹേ, ഈശ്വർ സത്യ ഹേ, കേട്ടിട്ടുണ്ടോ? ശിവസത്യ ഹേ, പഴയൊരു പാട്ടാണ്. ഇത് തന്നെയാണ് ഭാരതത്തിന്റെ, അത് ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. ഉപനിഷത്തിൽ പറയും സത്യം 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 ജ്ഞാനം അനന്തം ബ്രഹ്മ. ഇത് ഉപനിഷത്താണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സത്യമാണ് ബ്രഹ്മം. അങ്ങനെയാണ് ഭാഗവതത്തിൽ സത്യം പരം ധീമഹി എന്ന ശബ്ദം. അതുപോലെ സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തില്. ഇങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് ഈശ്വരനെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദം സത്യം എന്നുള്ളതാണ്. കൃഷ്ണാവതാരത്തെ ഭാഗവതത്തിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട്, ജയിലിൽ വെച്ചിട്ട്. അവിടെ പറയാം, സത്യം പരം സത്യപരം ത്രിനേത്രം സത്യസ്യ സത്യം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപദ്യ. ഇങ്ങനെയാണ് ശ്ലോകം വരുന്നത്. അപ്പൊ സത്യം എന്നുള്ളൊരു വാക്ക് ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. എന്താണ് സത്യം? ഈ ശബ്ദം നമ്മൾ അധികം പഠിച്ചിട്ടില്ല. നമ്മളെപ്പോഴും സത്യം എന്ന് പറയണം, ഇപ്പൊ ഞാൻ നിങ്ങൾ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു, അപ്പൊ ഞാൻ പറയും നിങ്ങൾ സത്യമായി എൻ്റെ മുന്നിലിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ പറയും സത്യമായിട്ട് ഞങ്ങൾ കേട്ടതാണ്. അപ്പൊ കാണുന്നത് സത്യം, കേൾക്കുന്നത് സത്യം, അനുഭവിക്കുന്നത് സത്യം. സത്യമായിട്ട് ഞാൻ അനുഭവിച്ചതാണ്, സത്യമായിട്ട് ഞാൻ കടന്നുപോയതാണ്. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച സത്യം. പക്ഷേ സത്യം എന്നത് ഈ കാണുന്നതോ കേൾക്കുന്നതോ അല്ല. സത്യം എന്നാൽ മറ്റൊന്നിന് നിലനിൽപ്പ് കൊടുക്കുന്നതാണ് സത്യം. അതായത് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഈ ഗ്ലാസ്സിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചു, ഇതിനകത്ത് വെള്ളമുണ്ട് എന്നത് സത്യം. ഇതിനകത്ത് ഗ്ലാസ്സിനകത്ത്. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ വെള്ളത്തിനാണ് സത്യം കൊടുക്കുന്നത്. എന്നാൽ ഗ്ലാസ് എന്നൊരു സത്യം ഉള്ളത് കൊണ്ടാണ് വെള്ളം അവിടെ നിൽക്കുന്നത്. അപ്പൊ സത്യത്തെ നമുക്ക് രണ്ടായി വിഭജിക്കേണ്ടതുണ്ട്. ഒന്ന് എല്ലാം ഉൾക്കൊള്ളുന്ന സത്യവും, രണ്ട് വന്നു ചേർന്നൊരു സത്യവും. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് കണ്ടെയ്നറും രണ്ട് കണ്ടെയ്നറും. ഒന്ന് കണ്ടെയ്നറാണ്, ഒരു പാത്രം എന്ന് വെച്ചോ. മറ്റത് അതിൽ വന്ന കണ്ടെയ്ൻസ് വന്നതാണ്, അതിലേക്ക് വന്നു ചേർന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഉൾക്കൊള്ളുന്നൊരു സത്യവും, രണ്ട് അതിൽ
വന്നു ചേരുന്ന സത്യം ആണോ? അപ്പൊ ജീവിതത്തിൽ ഈ രണ്ട് സത്യങ്ങളുണ്ട്. ഒന്ന് പരം സത്യം, രണ്ടാമത്തത് ഒന്ന് പരമമായ സത്യമാണ്, മറ്റേത് അതിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഐൻസ്റ്റീനിയൻ തിയറി പറയുന്ന പോലെ, റിലേറ്റിവിറ്റി എന്ന് പറയുന്ന പോലെ ആശ്രയ സത്യവും. ഒന്ന് പരമമായ സത്യം, രണ്ടാമത്തത് അതിനെ ആശ്രയിച്ച് നിൽക്കുന്നൊരു സത്യം. ഒന്നുകൂടി പറയാം. അപ്പൊ നിങ്ങളുടെ ശരീരം, ഈ ശരീരത്തിലാണ് നമ്മൾ വസ്ത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വസ്ത്രത്തിന് സ്വതന്ത്രമായിട്ട് ശരീരത്തിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ അതിനെ കെട്ടിയും പൂട്ടിയും അല്ലേ ബട്ടണിട്ടൊക്കെ വെക്കണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. അപ്പൊ ഈ വസ്ത്രം സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ്. എവിടെ? ഏതുള്ളത് കൊണ്ട്? ഈ ദേഹമുള്ളത് കൊണ്ട്. ദേഹം എന്ന് പറയുന്ന ഉൾക്കൊള്ളുന്ന വസ്തുവിലാണ് ഈ വസ്ത്രം എന്ന ചേർന്ന് നിൽക്കുന്ന സാധനം നിൽക്കുന്നത്, ആണോ? അപ്പൊ ഒന്ന് സ്വതന്ത്രമാണ്, ദേഹം സ്വതന്ത്രമാണ്. എന്നാൽ ഈ വസ്ത്രത്തിന് നിൽക്കാൻ ഏത് വേണം? ദേഹം വേണം. ഈ ഗ്ലാസ് സ്വതന്ത്രമാണ്, ഇതിലുള്ള വെള്ളത്തിന് നിൽക്കണമെങ്കിൽ ഗ്ലാസ് വേണം. അതുകൊണ്ട് ഇതിനെ നമ്മൾ പരം സത്യം എന്ന് പറയുന്നു. മറ്റത് പരാശ്രയ സത്യമാണ്, പരത്തെ ആശ്രയിക്കുന്ന സത്യമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അനുഭവങ്ങളൊക്കെ പരാശ്രയ സത്യങ്ങളാണ്. അനുഭവങ്ങളെല്ലാം പരാശ്രയം. ഏതിനെ പരാശ്രയം ചെയ്യുന്നു? ഞാനെന്ന ഒരു ബോധ കണ്ടെയ്നർ ഉണ്ടെങ്കിലേ അനുഭവങ്ങൾ ഉള്ളൂ എനിക്ക്. ഞാനില്ലെങ്കിൽ എന്താ അനുഭവങ്ങൾ? എനിക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ ആരുണ്ടാവണം? ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് വേദന, എൻ്റെ വിഷമം, ആരുണ്ടാവണം? ആരുണ്ടാവണം? ഞാനുണ്ടാവണം. അപ്പൊ ഞാനെന്ന് പറയുന്ന പരംബോധത്തിലേക്കാണ് ബാക്കിയെല്ലാം വന്ന് ചേർന്ന് പോകുന്നത്, ആണോ? അപ്പൊ നമ്മളിപ്പോ സത്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന സത്യങ്ങളൊക്കെ പരാശ്രയ സത്യങ്ങളാണ്. എന്താണ്? സ്വതന്ത്ര സത്യങ്ങളല്ല, പരാശ്രയം. മറ്റൊന്നിനെ ഉറക്കെ പറയൂ, ആശ്രയിക്കുന്ന. ഇപ്പൊ ഇതുപോലെ ഇതിലിപ്പോ ചായ ഒഴിച്ചു, ചായ മാറ്റി. കാപ്പി ഒഴിച്ചു, കാപ്പി മാറ്റി. വെള്ളം ഒഴിച്ചു, ഇനി പല വെള്ളവും ഉണ്ടല്ലോ. കേരളത്തിലാണെങ്കിൽ വൈകുന്നേരം വെള്ളത്തിന്റെ നിറവും മാറും. അങ്ങനെ പല വെള്ളം ഒഴിച്ചു. ഇതൊക്കെ ഏതിലാ ഒഴിക്കുന്നത്? ഏതിലാ ഒഴിക്കുന്നത്? ഗ്ലാസ്സിലാണ് ഒഴിക്കുന്നത്. അപ്പൊ ആ വെള്ളങ്ങളൊക്കെ പരാശ്രയ വെള്ളങ്ങളാണ്. അത് കാപ്പിയായാലും ചായയായാലും കള്ളായാലും. പാലക്കാട് മാത്രം കിട്ടുന്ന കള്ളുണ്ട്, ചിറ്റൂർ കള്ള് എന്ന് പറയുന്നത്, ഇല്ലേ? രാവിലെ നിങ്ങൾ നോക്കി ഈ പാലക്കാട് ചിറ്റൂര് ഭാഗത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, അമ്പലത്തില് മറ്റേ ഉത്സവം കഴിഞ്ഞ് ആന ഇറങ്ങി വരുന്ന പോലെയാണ്. വണ്ടി ഇങ്ങനെ ഒന്നിന്റെ പുറകിൽ ഒന്നിന്റെ പുറകിൽ. ഇതൊക്കെ റോക്കറ്റ് വിടാൻ ഒരു പൈപ്പും കാണാം മുകളിലേക്ക്, വലിയ വലിയ ബാരലിന്റെ മുകളിൽ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ അങ്ങോട്ട് മുകളിലേക്ക് അയക്കാനുള്ളതാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് തിരുവനന്തപുരം മുതൽ അവരിങ്ങനെ സപ്ലൈ ചെയ്യാൻ പോകും, അല്ലേ? കണ്ടില്ലേ? അത് കേരളത്തിലെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഇവിടുന്ന് ഇങ്ങനെ റോക്കറ്റുകൾ പോകുന്നത് കാണാം. എല്ലാം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളത്തിലെ മുഴുവൻ, സത്യം പറഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് അങ്ങനെ ഒരു വിശാല മനസ്സുണ്ട്. എല്ലാവരും മനസ്സിനെയും ശാന്തമാക്കാൻ പറ്റുന്ന വെള്ളം കൊടുക്കുന്നവരാണ് ആര്? പാലക്കാട് ജില്ലക്കാർ. അതുകൊണ്ട് നിങ്ങൾ വലിയ അനുഗ്രഹമുള്ളവരാണ്. ഇത്രയും മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ആൾക്കാർ വേറെ. ഇതകത്ത് ചെല്ലുമ്പോഴേ അവന്റെ മനസ്സ് കെട്ടടങ്ങും, അവന്റെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഗ്ലാസ്സിലാണ് ഈ വെള്ളമൊക്കെ വന്നു പോകുന്നെങ്കിൽ വെള്ളം പരാശ്രയമാണ്, ഗ്ലാസ് പരമമാണ്. ഇത് നിലനിൽക്കുന്നതാണ്. എന്നാൽ വന്നു ചേരുന്ന വെള്ളമോ അതൊന്നു മാറി. ചായ ഒഴിക്കുമ്പോൾ ചായയാണ്, കാപ്പി ഒഴിക്കുമ്പോൾ കാപ്പിയാണ് എന്നതുപോലെയാണ് നമ്മുടെ ബോധ മനസ്സും. ഈ ഞാൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, എന്ന് പറയുന്നത് സ്വതന്ത്ര ബോധമാണ്, മറ്റത് പരാശ്രയമാണ്. പരാശ്രയങ്ങളൊക്കെ എന്നിൽ നിന്ന് പോകുന്നതാണ്. അപ്പൊ അതിനെ ഞാൻ പിടിച്ചു വെച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യം അസ്വാതന്ത്ര്യമാവും, അല്ലെങ്കിൽ അതിന് പറയാം അസ്വതന്ത്രമാവും. എന്താവും? എൻ്റെ മനസ്സിൽ വന്നു ചേരുന്നതിനെ ഞാൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി. സ്വതന്ത്ര സത്യവും പരാശ്രയ സത്യവും. ഒന്ന് പറയൂ.
സ്വതന്ത്ര സത്യവും പരാശ്രയ സത്യം. നിങ്ങൾ ഓരോരുത്തരും ഉള്ളിൽ സ്വതന്ത്ര സത്യങ്ങളാണ്. ഉണ്ടോ? നിങ്ങൾ സ്വതന്ത്രമാണ്. നിങ്ങൾക്ക് എന്തും ഉൾക്കൊള്ളാനും എന്തും ചിന്തിക്കാനും എന്തും മനസ്സിൽ പിടിച്ചു വയ്ക്കാനും അയവിറക്കാനും സ്വാതന്ത്ര്യമുണ്ടോ? പറയൂ. ഇത് ചെറുപ്പത്തിലേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതായിരുന്നു. ഞാനൊരു സ്വതന്ത്ര സത്യമാണ്, സ്വതന്ത്ര ബോധമാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ ചില ദുർബലതകളുണ്ട്. എന്താ ദുർബലതകൾ? സുഖം വരുമ്പോൾ എൻ്റെ ബോധം അതിനെ പിടിച്ചു വയ്ക്കും, അതിൽ തന്നെ നിൽക്കും. ദുഃഖം വരുമ്പോഴും അത് അയവിറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ വരുന്നതിനെ പിടിച്ചു വെച്ച് അയവിറക്കുന്ന ഒരു സ്വഭാവം എൻ്റെ മനസ്സിന് ഉണ്ട്. അപ്പൊ സുഖം വരുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ സുഖമല്ലേ, കുഴപ്പമില്ല. പക്ഷെ ദുഃഖം വരുമ്പോഴും മനസ്സ് അതേപോലെ അതിനെ പിടിച്ചു വെച്ച് അയവിറക്കുമ്പോൾ, സുഖം വരുമ്പോൾ ഞാൻ അറിയില്ല സമയം കടന്നു പോകുന്നത്. പക്ഷെ ദുഃഖം എന്നെ പതുക്കെ പതുക്കെ എൻ്റെ സ്വസ്ഥത, എൻ്റെ സമാധാനം, എൻ്റെ ശാന്തി ഇല്ലാതാക്കി എന്നെ ദുഃഖത്തിൻ്റെ, വേദനയുടെ, വിഷാദത്തിൻ്റെ ഒരു കയത്തിലേക്ക് അത് കൊണ്ടുപോകും എന്നത് ഞാൻ അറിയാതെ പോയാൽ പിന്നെ അതിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കാൻ അത്ര എളുപ്പത്തിൽ സാധ്യമല്ലാതെ വരും. ഈ ദുർബലത എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? എല്ലാ മനസ്സിലും ഉണ്ട്. ഈ ദുർബലത പരിഹരിക്കാൻ എന്താ വഴി? എൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ വേണ്ട പോലെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്നെ അസ്വതന്ത്രനാക്കും, അല്ലെങ്കിൽ പരതന്ത്രനാക്കും. എന്നെ എന്ത് ചെയ്യും? മറ്റൊന്നിൽ ബന്ധിപ്പിച്ചു കളയും. പരതന്ത്രം. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ സത്യം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സ്വതന്ത്ര സത്യം, രണ്ട് പരാശ്രയ സത്യം. അപ്പൊ ഈ സ്വതന്ത്ര സത്യത്തെ കാണാതെ പോയാൽ, പരാശ്രയ സത്യത്തെ മാത്രം കണ്ടുപോയാൽ ജീവിതത്തിൽ ദുഃഖിക്കാനും ദുരിതം അനുഭവിക്കാനും സാധിക്കും. ഇപ്പൊ രാമൻ അതാ പറയുന്നത്, സത്യമെന്നാകിലേ. ഈ വരുന്നതൊക്കെ സത്യമായി കാണുന്നത് ജീവിതത്തിൽ ദുഃഖങ്ങൾക്ക് വഴിവെക്കും. കാരണം ഇതെല്ലാം നിന്നെ ആശ്രയിച്ചു നിൽക്കുന്നതാണ്. നീ സ്വതന്ത്രനാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നത് നോക്കൂ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ വഗ്നി സംതപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ആദിശങ്കരാചാര്യ സ്വാമികളും പറയും, മനുഷ്യ ജീവിതത്തിൽ പല അനുഭവങ്ങളെയും നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞുപോയ അനുഭവങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ നളിനീ ദളഗത ജലമതി തരളം എന്നാണ് ആ ശ്ലോകം. നോക്ക് നിങ്ങൾ. നളിനീദളം എന്ന് പറഞ്ഞാൽ താമരയുടെ ഇല. അതില് ഒരു തുള്ളി വെള്ളം വീണാൽ, ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീണാൽ എങ്ങനെയാണ്? ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീണാൽ എങ്ങനെയാണ്? അതങ്ങനെ ഉരുണ്ട് കഴിക്കും ഇല്ലേ? ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തുള്ളി ഉരുണ്ട് മുത്തുമണി പോലെ താഴോട്ട് വീഴും. ആണോ അല്ലയോ? ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? തൻ്റെ ഉള്ളിലുള്ള ബോധവും ഇതുപോലെ ഒരു ചേമ്പിന്റെ ഇല പോലെയാണ്. വാസ്തവത്തിൽ ഒന്നും അവിടെ ഒട്ടി നിൽക്കുന്നില്ല. പിന്നെ അത് എന്തുകൊണ്ട് ഒട്ടി നിൽക്കുന്നു? നിങ്ങൾ അതിനെ ഒട്ടിപ്പിടിക്കാൻ. ഇപ്പൊ നമുക്ക് ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒട്ടുന്നില്ല, പക്ഷെ അതങ്ങനെ കുഴിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വെള്ളം എവിടെ തന്നെ ഉണ്ടാവും? ചേമ്പിന്റെ ഉള്ളിൽ തന്നെ, ആ ഇലയിൽ തന്നെ, അവിടെ തന്നെ ഉരുണ്ട് കളിച്ച് നിൽക്കും. ആണോ? വെള്ളത്തിന് ഇലയുമായി ബന്ധമില്ലെങ്കിലും ആ വെള്ളം പുറത്തു പോവാത്തോടത്തോളം കാലം എവിടെ തന്നെ നിൽക്കും? ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും എന്ന് പറയുകയാണ്. നിങ്ങൾ ആ ജീവിത പ്രശ്നങ്ങളാകുന്ന വെള്ളത്തെ അവിടെ തന്നെ അയവിറക്കിക്കൊണ്ടിരുന്നാൽ അതൊരിക്കലും പുറത്തേക്ക് പോവില്ല. അപ്പൊ ജീവിത പ്രശ്നങ്ങൾ അയവിറക്കിയാൽ അത് ചേമ്പിന്റെ ഇലയിൽ പെട്ടുപോയ വെള്ളം പോലെ അവിടെ തന്നെ കുരുങ്ങി നിൽക്കും. മനസ്സിലാവുണ്ടല്ലോ? ഇതെപ്പോഴും ഉദാഹരണം ഓർത്തോളാം. ഒരു ചേമ്പിന്റെ ഇലയിൽ വീഴുന്ന വെള്ളം പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ. ചേമ്പിന്റെ ഇലയുള്ളത് കൊണ്ടാണ് ഏത് വീണത്?
വെള്ളം അവിടെ വീണ് വെള്ളത്തുള്ളിയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് മണ്ണിൽ വീണ് പോകേണ്ടതാണ് അല്ലേ? ഇതുപോലെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നോക്കണം, ചേമ്പിന്റെ ഇല സ്വതന്ത്രമാണ്, എന്നാൽ വെള്ളത്തിന് നിൽക്കണമെങ്കിൽ ചേമ്പിന്റെ ഈ ഇല വേണം, എന്നാലേ അവിടെ നിൽക്കാൻ പറ്റണം. ഇതുപോലെയാണ് അനുഭവങ്ങൾ. ഇതെല്ലാം നമ്മുടെ ബോധമാകുന്ന ഇലയിൽ നിൽക്കുകയാണ്. ആ അനുഭവങ്ങളെ നിങ്ങൾ പുറത്തേക്ക് വിടാതെ മുറുകെ പിടിച്ച് അയവിറക്കിയാൽ അത് നിങ്ങളെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഒരു അനുഭവവും ഒരു ദുഃഖവും നിങ്ങളെ ഗാഢമായി ആഴത്തിൽ പിടിക്കുന്നില്ല, നിങ്ങളത് അറിയുന്നില്ല. അതാണ് രാമൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. എന്താ സ്വാതന്ത്ര്യം? ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീണു, ചേമ്പിന് വേണമെങ്കിൽ കാറ്റടിച്ചാൽ ഒന്ന് ഇളകിയാൽ ആ വെള്ളം പുറത്തേക്ക് പോകും, വെള്ളത്തിന് പുറത്തു പോകും. ചേമ്പിന്റെ ഇല അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ വെള്ളം പുറത്തേക്ക് പോകും. ഇതുപോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അനുഭവങ്ങളെ നമുക്ക് പുറത്ത് കളയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അത് അതിനുള്ള കഴിവും സ്വാതന്ത്ര്യവും ആർക്കുണ്ട്? ആർക്കുണ്ട്? നമുക്കുണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതിനാണ് നമ്മൾ അനുഷ്ഠാനങ്ങൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഹിന്ദുമതം എവിടെ നിൽക്കുന്നു നോക്കൂ നിങ്ങൾ. ഇതൊരു അന്ധവിശ്വാസത്തിന്റെ മതമല്ല. ഇത് മനസ്സിനെ കാര്യപ്രാപ്തിയുള്ളതാക്കി, മനസ്സിനെ കാര്യക്ഷമതയുള്ളതാക്കി, മനസ്സിനെ സമചിത്തതയുള്ളതാക്കി, മനസ്സിനെ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു മാർഗമാണ് നമുക്ക് ആത്മീയത. പക്ഷെ അതൊന്നും വേണ്ട വിധത്തിൽ ആരും പറഞ്ഞ് മനസ്സിലാക്കി തരാത്തത് കൊണ്ടാണ് നമ്മൾ അന്ധമായി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. നമ്മൾ എന്താ വിചാരിക്കണം അറിയോ? ദൈവം നല്ല അനുഭവങ്ങൾ തരുന്നതാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, ദൈവം എന്ന് പറയുന്നത് ഈ സ്വതന്ത്ര സത്യമാണ്, നമ്മുടെ ഉള്ളിലുള്ള ഈ സ്വതന്ത്ര ബോധമാണ്. ആ ബോധത്തിന് നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ വേണ്ട പോലെ ഉപയോഗിച്ചാൽ, അതിനെ നമ്മൾ ഒരു ആധ്യാത്മികമായി ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ, അത് ഏത് ദുഃഖത്തിനെയും മറികടക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോരുത്തരുടെയും കഴിവ് എത്ര മാത്രം ഉണ്ട് മനസ്സിലാവുണ്ടല്ലോ. ഈ കഴിവിനെയാണ് വളർത്തിയെടുക്കേണ്ടത്. അതാണ് രാമൻ പറഞ്ഞു കൊടുക്കുന്നത്. നല്ലൊരു ഉദാഹരണമാണ്. വഗ്നി സംതപ്ത ലോഹാസ്താംബു ബിന്ദുന. എന്താ പറയണത്? വഗ്നി, അഗ്നിയിലിട്ടിരിക്കുന്ന ഒരു ലോഹത്തിൽ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം, ഒരു നല്ല ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക? ആ ചൂടത്ത്, ഇപ്പൊ നിങ്ങൾ ദോശ ചുടുന്നവരാണ്, നല്ല ദോശ ചുടുന്ന സമയത്ത് നമ്മൾ കല്ല് നല്ലവണ്ണം ചൂടായി അതിലേക്ക് മാവ് ഒഴിക്കുമ്പം ആ ഷീ എന്നുള്ള ശബ്ദം വരാൻ കാരണം ആ മാവിലുള്ള വെള്ളം മുഴുവൻ ആ കല്ല് ചൂടായത് വലിച്ചെടുക്കുമ്പോഴുണ്ടാകുന്നൊരു ശബ്ദമാണത്. അത്രയും ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു കല്ലിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ആദ്യം ഒന്ന് കല്ല് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുവെള്ളമൊക്കെ തുടയ്ക്കും അല്ലേ? ഒന്ന് തുടച്ചെടുക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും മാവ്. അപ്പം അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഷീ എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുമ്പോൾ വെള്ളം ഇരുമ്പിൽ തട്ടുന്ന സമയത്ത് ഒരു നിമിഷം കൊണ്ട് അത് നീരാവിയായി പോകുന്നു. നമ്മളത് കണ്ടുകൊണ്ട് കാണുന്നുണ്ട്. എന്നതുപോലെയാണ് ചക്ഷുശ്രവണ ഗളസ്തമാം ദഡ്ദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാ പരിക്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഇവിടെ മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണ്. ഒരു പാമ്പ് ഒരു തവളയെ പിടിച്ചിരിക്കുകയാണ്. തവളയുടെ രണ്ട് കാലും പാമ്പിന്റെ വായിലാണ്. ഈ സമയത്ത് പാമ്പ് കാണുന്നു ഒരു പൂമ്പാറ്റ പറക്കുന്നത് തൻ്റെ അടുത്തുകൂടെ. അപ്പൊ പാമ്പല്ല തവള. അപ്പൊ തവള എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ, തൻ്റെ നാക്കിന്, തവളയുടെ നാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? തവളയുടെ നാക്കിന് നീളം വളരെ കൂടുതലാണ്. അപ്പൊ കുറച്ച് നീളത്തിലേക്ക് അതിനെ നാക്ക് നീട്ടിയിട്ട് അത് പാറ്റയെ പിടിക്കുകയാണ്. എന്നാൽ ഈ പാവം തവള അറിയുന്നില്ല, ഞാൻ തന്നെ പകുതി പാമ്പിന്റെ വായിലാണെന്ന്. ഇത് കണ്ടിട്ട് പാമ്പിന് ചിരി വന്നു എന്നാണ്. ഞാനേ ഇതിനെ വിഴുങ്ങാൻ പോകുന്നു, ഈ വിഴുങ്ങുന്നതിൻ്റെ ഇടയില് തവള വേറൊരു ഇരയെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പോഴും നോക്കൂ, ഞാൻ ചത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇവന്റെ വായിലാണ്, ഞാൻ അപകടത്തിലാണെന്ന് അറിയാതെ അപ്പോഴിര തേടാനാണ് ആര് ശ്രമിക്കുന്നത്? തവള ശ്രമിക്കുന്നത്. ഇതെന്തിനാ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്?
നമ്മളെ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കേണ്ട ഇത് പാമ്പിന്റെ തവളയുടെ കാര്യമാണെന്ന്. നിങ്ങളെ പകുതി വിഴുകിയിരിക്കുകയാണ് കാലൻ. ആര്? കാലന്റെ വായിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അറിയുന്നില്ല. കാലൻ നമ്മുടെ കാലുകൾ വിഴുങ്ങിക്കഴിഞ്ഞു. അതെങ്ങനെ അറിയാം? മുട്ടുവേദനയുണ്ടോ? കാലൻ വിഴുങ്ങിയിട്ടുണ്ട്. അപ്പൊ കാലൻ നമ്മുടെ കാലിനെ വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇനി അധികമൊന്നും വൈകാതെ ആര് കൊണ്ടുപോകും? കാലൻ നമ്മളെ വിഴുങ്ങിക്കളയും. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമം ചെയ്തിട്ടില്ലെങ്കിൽ കാലൻ ഇതിനെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അനുഭവിച്ചു തന്നെ അനുഭവിക്കാനായി പുനരഭി ജനനം, പുനരഭി മരണം, ഈ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ ഇവിടെ തന്നെ നമ്മൾ മനസ്സിനെ ഒന്ന് അല്പം ഒരു ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ചുഴിയിൽപ്പെട്ട് നമ്മൾ കറങ്ങേണ്ടി വരില്ല. കാരണം ഉള്ളിൽ ആ ബോധം ഉണ്ടാവും. ഏത് ദുഃഖം വന്നാലും മനസ്സിനെ ഒരു ചാനലിലേക്ക് തിരിച്ചു വിടണം. ഇപ്പൊ മഴ പെയ്യുന്ന ഈ വെള്ളമൊക്കെ കൂടെ ഒന്ന് വീഴുമ്പോൾ ഇതിനെ ഒരു ചാലിലൂടെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരിടത്തും അത് കെട്ടിക്കിടക്കില്ല. കെട്ടിക്കിടന്നാൽ അത് വഴുക്ക് പിടിക്കും, അല്ലേ? അത് പുറത്തേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ വഴുക്ക് പിടിക്കില്ല. ഇതുപോലെ എൻ്റെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊന്നും അവിടെ തന്നെ കെട്ടിക്കിടന്ന് ഞാൻ അയവിറക്കാതിരിക്കണമെങ്കിൽ ഒരു നാമജപത്തിന്റെ അനുഷ്ഠാനത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിന്റെ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചെറിയ ബോധം നമ്മുടെ ഉള്ളിൽ വെച്ചാൽ കാലം വിഴുങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് അതിലേക്ക് തിരിച്ചു വിടാം. അല്ലെങ്കിൽ മുട്ടും പോയി ബുദ്ധിമുട്ടും പോയി. ഇത് രണ്ടും കാലന്റെ വായിൽപ്പെടും. അപ്പൊ മുട്ടുപോയാലും ബുദ്ധി ആർക്കും പോരുത്, കാലന് വിഴുങ്ങാൻ കൊടുക്കരുത്. ആ ബുദ്ധിയെ നമ്മൾ പതുക്കെ അതിൽ നിന്നും കാലന്റെ കയ്യിൽ നിന്നും പിടിച്ചുയർത്തണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കണ്ട. ഞാനിതൊക്കെ പറഞ്ഞ് ഇനി ഇതെന്നെ കാല് രണ്ടും വിഴുങ്ങിയിരിക്കുകയാണ്, ഈ പാമ്പ് എന്താണ് തവളയെ വിഴുങ്ങിയത് പോലെ എൻ്റെ കാല് രണ്ടും കാലന്റെ വാക്കിലാണ്. സ്വാമി പറയും ചെയ്തു, മുട്ടുവേദന ഉണ്ടെങ്കിൽ കാലം വിഴുങ്ങിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ അതെന്നെ വിചാരിച്ച് അതെന്നെ ഓർത്ത് ചിലപ്പോൾ ഇതെന്നെ വിചാരിച്ചാൽ ചിലപ്പോൾ കാലം മുഴുവൻ വിഴുങ്ങിക്കളയും. കാരണം ഇതൊക്കെ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അയ്യോ ഞാൻ മരിക്കുകയാണോ ഹാർട്ട് അറ്റാക്ക് അടിച്ചു പോകും ചിലപ്പം. മനസ്സിലായില്ലേ? വേണ്ടാത്തൊന്നും ചിന്തിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. തവളയുടെയും പാമ്പിൻ്റെയും കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളും, നിങ്ങളെ കാലം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതവും ഒരു മരണത്തിന്റെ കയ്യിലാണ്. അതെപ്പോഴാണ് ഏത് സമയത്താണ് നമുക്കറിയില്ല. എന്തായാലും വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോയേ പറ്റുള്ളൂ, അത് ഉറപ്പാണ്. ഏതായാലും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കാലം നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പാന്തർപ്പെരുവഴി അമ്പലം തന്നില് താന്തരായി വന്നുകൂടെ. എന്തൊരു ഗംഭീര ഉദാഹരണം അറിയോ? ഇതുപോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ മഴക്കാലായാൽ വെള്ളം ഒഴുക്ക് വരും. അപ്പം ഇങ്ങനെ പലയിടത്തും ഉള്ള ഇലകളും കമ്പുകളും ഒഴുക്കിനനുസരിച്ച് ഒരിടത്ത് ഒത്തുകൂടും. വീണ്ടും അടുത്തൊരു ഒഴുക്കിൻ്റെ തിരയിൽ അതെല്ലാം വേർപിരിഞ്ഞു പോകുന്ന പോലെ നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച് കുറെ കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സ്ഥലം വിടുന്നവരാണ്. അപ്പൊ ഒരു യാഥാർത്ഥ്യം നോക്കൂ നിങ്ങൾ. ഈ മണ്ണിൽ എത്ര പേര് ജനിച്ചു, എത്ര പേര് ജീവിച്ചു, എത്ര പേര് ഇനി ജനിക്കാൻ പോകുന്നു, അല്ലേ? എത്ര ചരിത്രങ്ങൾക്ക് സാക്ഷി നിന്ന മണ്ണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തെങ്കിലും ദുഃഖങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ഇത് തന്നെ സത്യമാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇരിക്കരുത്. ഒരു ദിവസം ഇവിടെ നിന്നെല്ലാം വിട്ടു പോകേണ്ടവരാണ് എന്നൊരു ചിന്ത വേണം. അതായത് നമ്മളിവിടെ വന്ന് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കാണ് എന്ന ബോധമുണ്ടാവണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ നിൽക്കുമ്പോൾ എല്ലാം ഇവിടെ നിലനിർത്താൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. കാണുന്നതെല്ലാം സത്യമാണെന്ന് തോന്നിയാൽ കണ്ടതൊന്നുമേ സത്യമല്ലെന്നിതു മുമ്പേ കണ്ടിട്ടറിയുന്നു ചിലരിതു. ആരുടെ വരികളാ? കണ്ടതൊന്നുമേ സത്യമല്ലെന്നിതു മുൻപേ കണ്ടിട്ടറിയുന്നീതു ചിലർ. ചിലർക്ക് കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. ആരുടെ വരികളാ? പൂന്താനത്തിന്റെ വരികളാണ്. ഈ കാണുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് കണ്ണുകൊണ്ട് കാണുമ്പോൾ സത്യമാണെന്ന് തോന്നുമ്പോഴും ഉള്ളിൽ പറയണം, ഇതെല്ലാം പരാശ്രയ സത്യങ്ങളാണ്, ഇതെല്ലാം താൽക്കാലിക സത്യങ്ങളാണ്. യഥാർത്ഥ സത്യം
എൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധം തന്നെയാണ്. ആ ബോധമുള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നത്. അത് സ്വതന്ത്രമാണ്. ഏത് സ്വതന്ത്രമാണ്? സ്വതന്ത്രമാണ് ബോധം. ആ ബോധത്തെ ഞാൻ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയാൽ എന്നെ തളർത്താൻ, എന്നെ അസ്വസ്ഥമാക്കാൻ ഒരു ചിന്തകൾക്കും ഒരു അനുഭവങ്ങൾക്കും സാധ്യമല്ല. ഇത് നല്ല ഉറപ്പിച്ചുകൊണ്ട് നിർത്തണം. എന്നിട്ട് നാം കുറച്ചു നേരം നാമൊക്കെ ചൊല്ലി അതിൽ മനസ്സ് ഉറപ്പിച്ച്, ശ്രദ്ധ ഉറപ്പിച്ച് ഒരു ചാനൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാൻ സാധിച്ചാൽ മനസ്സ് എങ്ങോട്ട് പോയാലും ചാനലിലേക്ക് തന്നെ തിരിച്ചു വരും. ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചത് ഉത്തരാഖണ്ഡിൽ, ഞാൻ അടുത്ത കാലത്ത് കേദാർനാഥിൽ പോയിരുന്നു. അപ്പൊ ഈ കേദാർനാഥിലൊക്കെ അധികം നമ്മൾ ഒന്നുകിൽ ഹെലികോപ്റ്ററിൽ പോകണം, അല്ലെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം. പോയിട്ടുള്ളവരുണ്ട് അവിടെ? കേദാർനാഥിലൊക്കെ പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാൽക്കിയിൽ പോകണം, ആരെങ്കിലും എടുത്തു കൊണ്ടുപോകണം. ഈ കുതിരകൾക്കൊരു പ്രത്യേകത ഉണ്ട്, അവരെ ശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മലയുടെ ഇടുക്കിലോട് ചേർന്ന് അവർ നടക്കുന്നു. അവരൊരിക്കലും നടുക്കിലൂടെ നടന്ന് ശീലിച്ചിട്ടില്ല. അപ്പോ ഒന്നുകിൽ അവരെ ആ കൊണ്ടു നടക്കുന്ന ആളുണ്ടെങ്കിൽ അത് നടുക്കിലൂടെ നടക്കും, പിടിച്ചു നടക്കും. ആരും പിടിക്കാനില്ലെങ്കിൽ അത് ഒരു സൈഡിലൂടെ അങ്ങനെ നടന്ന് ശീലിക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ സൈഡിൽ ആരെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം, അവര് വടിയൊക്കെ എടുത്തിട്ട് അടിച്ച് അതിനെ ഓടിച്ചു. വീണ്ടും അത് എങ്ങനെ പോയാലും അത് എവിടേക്ക് തന്നെ വരും? സൈഡിലൂടെ. കാരണം അതിനെ അങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ശീലിപ്പിച്ചപ്പോ നിങ്ങൾ താറാവുകളെയൊക്കെ ഉണ്ടല്ലേ പാടത്തെ കൊണ്ടുവരെ, താറാവിന്റെ പ്രത്യേകിച്ച് ഒന്ന് മുന്നിൽ പോയാൽ ബാക്കിയെല്ലാം ബാക്ക് 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 എന്ന് പറഞ്ഞിട്ട് അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ട് അവനാണ് എല്ലാം ബാക്ക് 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 എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നിൽ അവരിങ്ങനെ പോയിക്കോളും അല്ലേ? അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളത്? എന്നതുപോലെ അവർ ശീലിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. ഇത് ഒരിക്കൽ നിങ്ങൾ നാമജപത്തിലൂടെ അതിനെ ശീലിപ്പിച്ചെടുത്താൽ പിന്നെ എന്ത് ദുരിതം വന്നാലും അത് ഏതിലൂടെ പോയിക്കോളും? നാമജപത്തിന്റെ ഓരത്തൂടെ. പാലക്കാട് അങ്ങനെയല്ലേ പറയാ, ഓരത്തൂടെ അത് പൊയ്ക്കോളും. അപ്പൊ അതങ്ങനെ ആ ഒരു വഴിയിലൂടെ പൊയ്ക്കോളും. അതിനെ പരിശീലിപ്പിച്ചെടുക്കണം. അത് നിങ്ങൾ പരിശീലിപ്പിച്ചില്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിന് പകരം ഇരുന്ന് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കറങ്ങണോ മുന്നോട്ട് പോണോ എന്ന് ആര് തീരുമാനിക്കണം? നമ്മള്. ദുഃഖിക്കുന്നവരൊന്നും മുന്നോട്ട് പോകുന്നവരല്ല. ദുഃഖിക്കുന്നവരൊക്കെ അവര് ചുഴിയിൽപ്പെട്ടവരാണ്. നേരെ ആവാൻ വലിയ പാടാ. പറഞ്ഞ ചില കാരണവന്മാരോടൊക്കെ അമ്മമാര് പറയും, ആര് വീട്ടിൽ വന്നാലും പറയും, ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നു അറിയോ എന്നുള്ള കഥ പറയുമ്പം ഇന്ന് 6ാമത്തെ പ്രാവശ്യം മനുഷ്യ പറയണമെന്ന് മിണ്ടാതിരിക്കുമെന്ന്, നിങ്ങളും നിങ്ങളുടെ പട്ടാളം എന്ന് അല്ലേ കലി പിടിച്ചിട്ട് പറയും. ചിലപ്പം പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ കലി പിടിക്കും ചില സമയത്ത് ഇല്ലേ? കാരണം അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല അവരെന്താണ് പറഞ്ഞതെന്ന്. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നതുപോലെ ആവരുത് നമ്മള്. നമ്മുടെ ബോധം ഒരിക്കലും കഴിഞ്ഞുപോയ കാര്യങ്ങളെ അയവിറക്കുകയോ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും അതിൽ തന്നെ കെട്ടിക്കിടക്കുകയോ ചെയ്തതാവരുത്. അതിനൊരു പരിശീലനം വേണം. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് പറയാണ്, ഇതൊക്കെ എന്താ കാരണം? ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം മാഡ്യോഹം ആമ്രേഡിതം കലർന്നീടും ദശാന്തരേ. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ജാതീയ പ്രശ്നങ്ങളൊക്കെ ധാരാളം നിറഞ്ഞു നിന്നൊരു കാലമായിരുന്നു, എഴുത്തച്ഛൻ്റെ കാലഘട്ടം. അപ്പോ ഇവിടെ പറയാണ്, ദേഹം നിമിത്തം, ദേഹത്തെ മാത്രം ആസ്പദമാക്കിയിട്ട് ആണ് നമ്മൾ ജാതി. ഒരു സത്യാവസ്ഥ നോക്ക പറയുമ്പോൾ ഇതേ കാര്യം നിങ്ങൾ വ്യത്യസ്തമായിട്ട് നോക്കുക. ഏത് വ്യക്തിയായാലും ശരീരം എന്ന് പറയുന്നത് മണ്ണും ഭൂമിയിലെ കുറെ കെമിക്കലും വായുവും അഗ്നിയും ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ ചേർന്ന് ഉണ്ടായതാണ്. ആണോ അല്ലയോ? അതിന് ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്തെങ്കിലും ഉണ്ടോ? ശരീരത്തിന് പ്രകൃതിയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പം വല്ലതും ഉണ്ടോ? ഒക്കെ പറയൂ. ഇല്ല. അപ്പൊ നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വിഗ്രഹം ഉണ്ടാക്കുന്ന ആള് രാമനെ ഉണ്ടാക്കുന്നു, കൃഷ്ണനെ ഉണ്ടാക്കുന്നു, രാവണനെ ഉണ്ടാക്കുന്നു, കംസനെ ഉണ്ടാക്കുന്നു. ഉപയോഗിക്കുന്ന മണ്ണ് ഒരേ മണ്ണാണ്, ഒറ്റ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ മണ്ണിന് രാമൻ, കൃഷ്ണൻ, രാവണനോ കംസനൊക്കെ ഉണ്ടോ? പറയൂ. ഇല്ല. ഇന്നലെ നിങ്ങൾ തോൽപ്പാവക്കൂത്ത് കണ്ടു, ഇന്നിപ്പോ നിങ്ങൾ കാണും.
അപ്പൊ അതില് നല്ല കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത് തോലുകൊണ്ടാണ്, അതില് ദുഷ്ടകഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നത് ഒരേ തോലുകൊണ്ടാണ്. ആ തോലിന് രാവണനാണ് രാമനാണെന്നുണ്ടോ? പറയൂ, ഇല്ല. അപ്പോ ഒരു ഒരു വസ്തുത ഒരു പാരമാർത്ഥികമായി നമ്മൾ നോക്കുമ്പോൾ അതിനെന്താ പറയാ? പരമാർത്ഥം. അതിന് പാരമാർത്ഥികം എന്ന് പറയും. അതായത് ഇപ്പൊ ഇതിനെ നമ്മൾ ഗ്ലാസ് എന്ന് വിളിക്കുന്നു. ഈ ഗ്ലാസ് എന്ന് വിളിക്കുന്നത് കാരണം നമ്മൾ അതിന്റെ യൂസ് വെച്ചിട്ടാണ്, പ്രയോജനം. എന്നാൽ ഇത് സ്റ്റീലാണത്, ഇരുമ്പാണത്. ആണോ? ഇരുമ്പിനുണ്ടാക്കിയ മോഡിഫിക്കേഷൻ ആണ് ഇത് നമ്മളിപ്പോ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ആണോ ഇല്ലയോ? ഇത് പൊട്ടിച്ച് ഇതിനെ വീണ്ടും എനിക്കൊരു ഷീറ്റ് പോലെ ആക്കാൻ പറ്റുമോ? പറയൂ. ഇതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉരുക്കി ഇതിനെ വീണ്ടും വേറെ എന്തെങ്കിലും സാധനമാക്കാൻ പറ്റും. ഉണ്ടോ ഇല്ലയോ? പറയൂ. അപ്പൊ ഒരു പരമാർത്ഥ തലത്തിൽ ഇത് വെറും ഗ്ലാസ് ആണോ സ്റ്റീലാണോ? സ്റ്റീലാണ്. പക്ഷെ ആ സ്റ്റീലിനെ നമ്മളൊരു ജീവിതത്തിലൊരു എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ അതിന് പറയും വ്യാവഹാരികം എന്ന് പറയും. എന്താണ്? വ്യവഹാരത്തിൽ ഉപയോഗിക്കുമ്പം ഇപ്പോൾ അതിനെ ഉപയോഗിക്കുന്നത് വെള്ളം എടുക്കാനാണ്. അതിനെ നമ്മൾ ഒരു ടംബ്ലർ അല്ലെങ്കിൽ ഗ്ലാസ് എന്ന് ഇതിനെ വിളിക്കുന്നു. ആണോ? കുറച്ചുകൂടി വലിയൊരു പാത്രം പോലെയാണെങ്കിൽ നമ്മൾ അതിനെ പ്ലേറ്റ് എന്ന് വിളിക്കണം. ആണോ? അല്ലെങ്കിൽ അതിനെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണെങ്കിൽ അതിനെ നമ്മൾ സ്പൂൺ എന്ന് വിളിക്കണം. ഇനി അതല്ല, കുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ ഫോർക്ക് നമ്മൾ വിളിക്കണം. ആണോ? ഏത് രൂപത്തിലാണോ നമ്മൾ അതിനെ രൂപഭാവം ഉണ്ടാക്കുന്നത് അതിന് അങ്ങനെ ഒരു പേര് കൊടുക്കുന്നു. അപ്പൊ അതിന് വ്യവഹാര രൂപത്തിലാണ് ആ പേരുകൾ കൊടുക്കുന്നത്. ഏത് വ്യവഹാര വസ്തുവിനും എന്തുണ്ട്? ഒരു പരമാർത്ഥമുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരും അല്ല. ഇത് വ്യവഹാരത്തിലാണ് ഈ നായര്, നമ്പൂതിരി, ഈഴവൻ അല്ലെങ്കിൽ ഇങ്ങനെ പല പല കാസ്റ്റുകളും നമ്മൾ പറയുന്നത്. എന്നാൽ പരമാർത്ഥമായിട്ടോ ഇവിടെ രണ്ട് സത്യങ്ങളേ ഉള്ളൂ. ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതമാണ്. മനസ്സെന്ന് പറയുന്നത് സ്വതന്ത്രമായ ബോധമാണ്. ഇവിടെ ബോധവും പ്രപഞ്ചവും മാത്രമേ ഉള്ളൂ. ശിവനും ശക്തിയും മാത്രമേ ഉള്ളൂ. വേറെന്താ ഉള്ളത്? ഇപ്പൊ നോക്കൂ, നിങ്ങൾക്കും ബോധമുണ്ട്, എനിക്കും ബോധമുണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ എന്തുണ്ട്? ബോധമുണ്ട്. ശരീരമൊക്കെ പഞ്ചഭൂതമാണ്. ആണോ? ഇതാണല്ലോ ശങ്കരാചാര്യ സ്വാമികള് കുളിക്കാൻ വേണ്ടി കാശിയിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ചൊരു ചണ്ടാളനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംവാദം നിങ്ങൾ കേട്ട് കാണാം. ചണ്ടാളനെ കണ്ടപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, ഗച്ഛേതി എന്റെ മാർഗത്തിൽ നിന്ന് മാറും. അപ്പൊ ശങ്കരാചാര്യ സ്വാമികളോട് ഈ ചണ്ടാളൻ ചോദിക്കുകയാണ്, അന്നമയാത് അന്നമയം ചൈതന്യാൽ ചൈതന്യമേവത്വം ഗച്ഛേതി ബ്രൂഹി. വാട്ട് നോൺസെൻസ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ശരീരവും പഞ്ചഭൂതം, എൻ്റെ ശരീരവും പഞ്ചഭൂതം. ഏതെന്നല്ലാണ് ഇത് മാറേണ്ടത്? നിങ്ങളുടെ ഉള്ളിലും ചൈതന്യം, എൻ്റെ ഉള്ളിലും ചൈതന്യം. ഏത് ചൈതന്യം ഏതിൽ നിന്ന് മാറണം? അപ്പോഴാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ, ചണ്ടാളോസ്തു ദിജോസ്തു ഏഷാ ഗുരുർമമ. എനിക്ക് ഈ ഒരു അവബോധം തന്ന ആള് ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ അയാൾ എനിക്ക് ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു മനീഷ പഞ്ചകം എന്നൊരു കൃതിയുണ്ട്. ആദി ശങ്കരാചാര്യ സ്വാമികളുടെ കൃതിയാണ്. അപ്പൊ ഈ കാര്യത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്, വ്യവഹാരത്തിലാണ് ഈ ജാതിയും മതവും ഒക്കെ ഉള്ളത്, ആണ് പെണ്ണ് വ്യത്യാസമുള്ളത്. പക്ഷെ പാരമാർത്ഥികമായിട്ട് ഇപ്പൊ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണം പല രൂപത്തിലാണ്. ചിലർ മൂക്കുത്തിയുണ്ട്, കണ്ണുണ്ട്, അല്ല കണ്ണിലില്ല, ചിലർക്ക് കാതിലുണ്ട്. ചിലരുടെ കാതാണെങ്കിൽ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ തുളച്ചിട്ടുണ്ടാവും. അതിലൊക്കെ ഓരോ റിങ്ങുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഇല്ലേ? പലരും കയ്യിൽ പല വിരലുകളിലും മോതിരിട്ടവരുണ്ടാവും. ചിലരാണെങ്കിൽ അരഞ്ഞാണം കെട്ടിയവരുണ്ടാവും, പാദസരിട്ടവരുണ്ടാവും. പല രൂപത്തിലാണ് ഇതൊക്കെ അണിയുന്നത്. ആണോ? എന്നാൽ ഈ സാധനമൊക്കെ നിങ്ങൾ അണിയുമ്പോഴും ഇതെല്ലാം കേവലം സ്വർണം മാത്രമാണ്. കാര്യം ഇതെല്ലാം ഒരുക്കി കഴിഞ്ഞാൽ വീണ്ടും എന്തായി? സ്വർണം മാത്രമായി. വേറെന്താ ഉള്ളത്? ഇതുപോലെയാണ് ജീവിതവും. ഒരു പരമാർത്ഥ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരനശ്വരമായ ബോധവും പ്രകൃതിയും, അതിലുണ്ടായ ഒരു വ്യവഹാരമായ രൂപഭാവമാണ് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത്. പിന്നിലൊരു പരമാർത്ഥമായ ബോധമുണ്ട്. ഇതൊന്നും അലട്ടാത്തതായൊരു ബോധമുണ്ട്. അത് ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ തരത്തിലുള്ള വ്യവഹാര പ്രശ്നങ്ങളിൽ നിന്നും എന്ത് ചെയ്യാം? നമ്മളെ പതുക്കെ ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിന്റെ ഒരു ദർശനം ഇതാണ്.
മനുഷ്യനെ എങ്ങനെങ്കിലും അവരുടെ ദുരിതത്തിൽ നിന്നും, ഇതൊക്കെ എന്തിനാ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഈ ചിന്തിക്കുന്ന ചിന്തയിൽ നിന്നും മനുഷ്യനെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു പരമാർത്ഥ സത്യത്തിലെ വ്യവഹാര സത്യം നിൽക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ഇതിൽ ഏതാണ് എന്ന് നമ്മൾ സ്വയം കണ്ടെത്തുക. ഒരു പരമാർത്ഥ സത്യത്തിലെ ഒരു വ്യവഹാര സത്യം നിൽക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? വ്യവഹാര സത്യത്തിന് അമിതമായ ഒരു സത്യത്വം നമ്മൾ കൊടുക്കേണ്ടതില്ല. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? മനസ്സിലാവുണ്ടോ? ഒരുപക്ഷെ ഇപ്പൊ നമുക്കത് അത്ര കാര്യഗൗരവമായിട്ട് മനസ്സിലാവില്ല. പഴയ കാലത്ത് ഒരു ബ്രാഹ്മണനെ അധിക്ഷേപിക്കുന്നത് വലിയൊരു തെറ്റായി കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലയോ? ഒരു വലിയ തെറ്റായിട്ട് കാണുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നും നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ പലവരെയും ചീത്ത വിളിക്കുന്നവർ. ഇപ്പൊ നമുക്ക് നരേന്ദ്രമോദിയെ കുറെ ചീത്ത വിളിച്ചവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളുടെ പ്രശ്നം കാരണം നരേന്ദ്രമോദി അമ്മയെ ചീത്ത വിളിക്കുക, നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുക. അപ്പൊ അവർക്കൊക്കെ പ്രശ്നങ്ങളായിരിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ പണ്ടത്തെ പോലെയല്ല അക്കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും ആരാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. കാരണം എല്ലാവർക്കും നമ്പറുകളും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുക. അയ്യോ ആ സമയത്ത് അറിയാതെ പറ്റിയതാണ്, ക്ഷമ തരണ്ടേ, ഞങ്ങളോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ചോദിക്കുകയാണ് എല്ലാവരും, എന്തേ നിങ്ങൾ ആ സമയത്ത് ബോധമല്ലേ അതിരുന്നത്? ഇപ്പോഴാണെങ്കിൽ പഴയതുപോലെയല്ല. ഇപ്പൊ ഈ AI വെച്ചിട്ടുള്ള സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം ഡൽഹിയിലൊക്കെ കലാപം നടക്കുമ്പോൾ AI ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. ഓരോരുത്തരെയും മുഖം കണ്ടുപിടിക്കുകയാണ്. ഇവൻ ആരാണ്, എന്താണ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ പാവം കുട്ടികൾ അറിയുന്നില്ലേ. നാളെ വിദേശങ്ങളിലൊക്കെ ജോലിക്ക് പോകുമ്പോഴാണ്, ഇമിഗ്രേഷൻ ക്ലിയറൻസിന് പോകുമ്പോഴാണ് അറിയുക നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസുണ്ട്, നിങ്ങൾ ഗുണ്ടായിസം കളിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാവി തകർക്കാൻ വേറെ വല്ലതും വേണോ? മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ പാവങ്ങൾ സമരം ചെയ്യരുതെന്നല്ല, സമരങ്ങളൊക്കെ വേണം, പക്ഷെ അത് അതിക്രമങ്ങളാവരുത്. ഇത് പലപ്പോഴും കുട്ടികൾ അറിയുന്നില്ല. കേരളത്തിൽ കണ്ടില്ലേ കുറെ ED ഒക്കെ തടഞ്ഞ് ആകെ പ്രശ്നമായി 60-70 ദിവസങ്ങളായി ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ED തടയാൻ പോയതാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ആർക്ക് വേണ്ടിയാണോ തടഞ്ഞ അവർക്ക് പ്രശ്നം ഉണ്ടായില്ലേ. ഇപ്പൊ കുറെ എണ്ണത്തിന്റെ ഭാവി തകർന്നു. ഇവനൊക്കെ സെൻട്രൽ ഒരു സിസ്റ്റത്തിനെയാണ് എതിർക്കുന്നത്. പിന്നെ കോർട്ട് ഇത് കൊടുക്കൂ, ജാമ്യം കൊടുക്കൂ. അപ്പൊ ആലോചിച്ചൊക്കെ ഭാവി തകർക്കുക. അപ്പൊ ആ ഒരു സമയത്ത് തോന്നുന്ന ആവേശം ഇതെന്റെ ജീവിതം തന്നെ തകർക്കുമെന്നൊരു ബോധം ആ സമയത്ത് ഇല്ല. അതിനൊക്കെ ഒരു ഗുരുത്വം വേണം. വേണ്ടയോ? അപ്പൊ നമ്മൾ ഇടപഴകുന്ന കൂട്ടുകെട്ടുകള്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, ഇതിലൊക്കെ അമിതമായ ഒരാവേശം നമ്മുടെ ജീവിതത്തിൽ തെറ്റിനുണ്ടെങ്കിൽ അത് അപകടത്തിലേക്കാണ്. ഇവിടെ ലക്ഷ്മണനോട് അത് തന്നെയാ പറയുന്നത്. ലക്ഷ്മണ, നീ നിന്റെ നിലവിട്ട് പ്രവർത്തിക്കരുത്. നിന്നിലൊരു പരമമായ സത്യമുണ്ട്, ആ സത്തയെ നീ കൈവിടരുത്. മനസ്സിലായില്ലേ? ഇതുപോലെ അച്ഛനെ ചീത്ത വിളിച്ചു, സാരല്ലേ പോട്ടെ, എന്തായാലും ഇതുപോലുള്ളൊക്കെ പ്രശ്നങ്ങൾ വരും പോവും. ഇതിലൊന്നും മാനസികമായി നമ്മൾ ഒട്ടിപ്പിടിച്ച് അയവിറക്കി തളരേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ രാമൻ എത്ര ഒരു പക്വതയോടുകൂടിയിട്ടാണ് ഒരു വലിയ പ്രശ്നത്തെ കാണുന്നത്. തനിക്ക് കാട്ടിലേക്ക് പോവാൻ വേണ്ടി നിയോഗിച്ച നിയോഗത്തെ ഒട്ടും ഒരു തലവേദനയായി, ഒരു ദുരന്തമായി ആര് കാണുന്നില്ല? നോക്കൂ നിങ്ങൾ, ആര് കാണുന്നില്ല? രാമൻ കാണുന്നില്ല. ഒരു വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ വരും, ഇതെല്ലാം പോകും, അത്രയേ ഉള്ളൂ. അതിനത്ര വലിയ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതായി ഇല്ല. ഇവിടെ അത് കാണണമെങ്കിലുണ്ടല്ലോ, അതിനാണ് നമുക്കൊരു ഗുരുത്വം വേണ്ടത്. അതായത് ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലുകളും ഒരു ദുഃഖവും ദുഃഖമല്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ആധ്യാത്മിക സംസ്കാരത്തിൽ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ആ ഒറ്റപ്പെടൽ പോലും ഒരു ആത്മീയ ജീവിതത്തിന് വളരെ വളരെ ഉപകാരമാണ്. കാരണം നിങ്ങൾക്ക് കൂടുതൽ സമയം ഇതിൽ മുഴുകാം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് വേണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് സംഭവിക്കുന്നോ അതെല്ലാം എൻ്റെ നല്ലതിനാണ്, എൻ്റെ ഉയർച്ചയ്ക്കാണ്. എന്നാൽ നിങ്ങൾ അത് കാണാതെ ഈ കൂടുന്ന കൂട്ടുകെട്ടുകളാണ് സത്യം, ഇവര് പോയാൽ എന്ത് ജീവിതം, ഞാനിനി ആരോട് മിണ്ടും, ഞാനിനി ആരോട് ഇടപെടും, എല്ലാം ശൂന്യമാണ്, എല്ലാം ദുഃഖമാണ്, എല്ലാം പോയി എന്നുള്ള അന്ധകാരം കാണാൻ തുടങ്ങിയാൽ എവിടെയും നിങ്ങൾക്ക് അന്ധകാരമേ ഉള്ളൂ. എന്നാൽ ഏത് ദുഃഖത്തിലും ഒരല്പം വെളിച്ചം നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൂടുതൽ മുന്നോട്ട് നയിക്കും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? നല്ലത് പഠിക്കാനും നല്ലത് കേൾക്കാനും നല്ലതിൻ്റെ കൂടെ കൂടാനും സ്വാതന്ത്ര്യമുണ്ടോ? അതോ വീട്ടിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ടുള്ള ദുഃഖങ്ങളായവരൊക്കെ അതിൽ തന്നെ മുങ്ങലാണോ യോഗം? ആണോ? പറയൂ. ഈ സ്വാതന്ത്ര്യത്തെ പലരും കാണുന്നില്ല. പലരും കാണുന്നത്
നഷ്ടങ്ങളെ അവരുടെ ജീവിതത്തിന്റെ ദുരന്തങ്ങളായിട്ടാണ്. മനസ്സിലായില്ലേ? നഷ്ടങ്ങൾ ദുരന്തങ്ങളല്ല, നഷ്ടങ്ങളെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കാണിച്ചു തരികയാണ്, നല്ലതിലേക്ക് ഉയരാനുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരികയാണ്. അപ്പൊ ആ ഒരു ഉൾക്കാഴ്ച കിട്ടാൻ ഗുരുത്വം വേണം. വേണോ വേണ്ടയോ? അത് നമുക്ക് നേടിയെടുക്കാനാണ് രാമായണത്തിലൂടെ ഇവിടെ സഹായിക്കുന്നത് ലക്ഷ്മണനെയാണെങ്കിലും ഈ ഉപദേശം ലക്ഷ്മണന് വേണ്ടി മാത്രമല്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്